ഹരി ഓം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പ്രപഞ്ചത്തിനെ പറ്റിയാണ്. പ്രപഞ്ചത്തിനെ പറ്റിയിട്ട് ഇത്രമാത്രം ഇപ്പോഴും പറയാൻ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും ഈ നമ്മുടെ യോഗയ്ക്ക് വേണ്ടിയിട്ട് ചില ആധ്യാത്മിക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴൊക്കെ പലയിടത്തും പ്രപഞ്ചത്തിനെ പറ്റിയിട്ടുള്ള പല വളരെ വ്യക്തമായ സൂചനകളും ഈ പല പഴയ ഗ്രന്ഥങ്ങളിലും പുസ്തകങ്ങളിലും ഒക്കെ കാണാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നി ഇതൊന്നിനെ കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചെയ്തതാണ്. ഇത് എല്ലാം ഫുള്ളാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, എന്നാലും എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഞാനിത് ഒന്ന് ക്രോഡീകരിക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾക്ക് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഒരു വ്യൂ അല്ലെങ്കിൽ ഒരു ദൃഷ്ടി. ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നക്ഷത്രങ്ങളൊന്നും അല്ല, ഇത് സോളാർ സിസ്റ്റം അല്ല, ഇത് മുഴുവൻ ഗാലക്സീസ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വൈറ്റ് ഡോട്ട്സ് ഒക്കെ ഗാലക്സീസ് ആണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇതൊരു കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ദി മോഡേൺ ആൻഡ് വേദിക് വ്യൂസ് എന്നുള്ളതാണ് ഞാൻ ഇതിനെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് മോഡേൺ ആയിട്ട് ഈ നമ്മുടെ യൂണിവേഴ്സിനെ പറ്റിയിട്ടുള്ള എന്തൊക്കെ അറിവുണ്ടെന്നുള്ള ഒരു വളരെ സംക്ഷിപ്ത രൂപേണ ഞാൻ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോസ്മിക് ടൈം ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ കോസ്മോസിനെ പറ്റി പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചില യാർഡ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അളവുകോലുകളാണ്. ഇത് ഇപ്പോഴെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആസ് ഓൺ ദി പ്രസന്റ് നോളേജ് യൂണിവേഴ്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി 13.8 ബില്യൺ ഇയേഴ്സ് ഓൾഡ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1380 കോടി കൊല്ലം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാം ഇത്രയും പഴക്കമുണ്ട് ഇതിന്. ഇനിയിപ്പോ അതിൽ നമ്മുടെ നേരിട്ട് ഭൂമിയിലേക്ക് വരാം. ഭൂമിയിലേക്ക് വരികയാണെങ്കിൽ ഭൂമിയുടെ ആയുസ് അല്ലെങ്കിൽ ഇത്രയും ഇതിന്റെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ 4.543 ബില്യൺ ഇയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മിസ്റ്റേക്ക് ആണ്. അത് 4.54 ക്രോറാണ് അടുത്തതായിട്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹ്യൂമൻസ് ഇവിടെ എത്തിയിരിക്കുന്നത്, മനുഷ്യരാശി നമ്മുടെ ഈ ഭൂമിയിൽ വന്നിട്ട് ആകെ 2 ലക്ഷം വർഷമായി എന്നാണ് പറയുന്നത്. ഓൾഡസ്റ്റ് ഫോസൽ എവിഡൻസ് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ 2 ലക്ഷം വർഷമായിട്ട് ഇവിടെ ഈ ഭൂമിയിൽ ജനങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വംശമുണ്ട്. ഇനിയിപ്പോ എന്താണ് ഈ പ്രപഞ്ചം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഇത് നോക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഇപ്പോൾ പ്രപഞ്ചത്തിനെ വെളിയിൽ നിന്ന് ഇപ്പോൾ ഒത്തിരി ഫോട്ടോസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. എസ്പെഷ്യലി ഈ നമ്മുടെ സ്പേസ് സ്റ്റഡീസിന് ശേഷം ധാരാളം ഫോട്ടോസ് അവൈലബിൾ ഉണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ എന്താ പറയുന്നത് പറഞ്ഞാൽ യൂണിവേഴ്സ് നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈസ് എ വാസ്റ്റ് കോസ്മിക് വെബ് എന്നാണ് പറയുന്നത്. ഒരു സ്പൈഡർ വെബ് പോലെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിൽ ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. 99.9% ഇത് വോയിഡ് ആണ്, അത്ര ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കിടക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലമെന്റ്സ് പോലെയുള്ള നമ്മുടെ ഗാലക്സീസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇതിൽ പ്ലാനറ്റ്സ് ഉണ്ട്, സാറ്റലൈറ്റ്സ് ഉണ്ട്. ഇതിൽ കൂടാതെ ജയന്റ് ആർക്ക് ആൻഡ് ബിഗ് റിങ് എന്നും പറഞ്ഞിട്ട് ചില ഐഡിയാസ് ഒക്കെ ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ 170 ബില്യൺ എന്ന് പറഞ്ഞാൽ 17,000 കോടി ഗാലക്സീസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഭൂമിയുടേതായിട്ടുള്ള ഗാലക്സി ഉണ്ട്. അതുപോലെ 17,000 കോടി ഗാലക്സീസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഊഹിക്കാൻ പറ്റില്ല. ഇതിൽ എനിക്ക് വളരെ ഓർമ്മ വരുന്നത് മലയാളത്തിലത്തെ ഒരു കവിതയാണ്. അവിടെ കവി പറയാണ്, അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം എന്നാണ് പറയുന്നത്. ഒരാൾക്കും ഇതിനെപ്പറ്റി ഊഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഇതാണ് നമ്മുടെ പ്രപഞ്ചം. അപ്പൊ ഇതിൽ 17,000 കോടി ഗാലക്സീസ് ഉണ്ട്. അതിനുശേഷം ട്രില്യൺസ്, അതിൻ്റെ 1000 മടങ്ങാണ് ബില്യന്റെ. മില്യൺ, 1000 മില്യൺ ഈസ് എ ബില്യൺ, 1000 മില്യൺ ഈസ് എ ട്രില്യൺ. അപ്പൊ ട്രില്യൺസ് ഓഫ് സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ്. ഇത് കൂടാതെ ഇത് നമ്മൾക്ക് നമ്മുടെ കാഴ്ചയിൽ കാണാവുന്നത് മാത്രമാണ്. കാഴ്ചയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക്കലി കാണാൻ പറ്റിയത് മാത്രമുള്ളതാണ്. ഇതിനപ്പുറം എന്തുണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 99% ഈ യൂണിവേഴ്സ് വേക്കൻ്റ് ആണ്, ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്താണ് ഈ കാണുന്ന നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇനി നമ്മുടെ മൊത്തമായിട്ട് ഈ നമ്മുടെ സാറ്റലൈറ്റിൽ നമ്മുടെ സ്ഥിതി എന്താണെന്ന് നോക്കാം. നമുക്കറിയാം നമ്മുടെ ഭൂമി തൊട്ടടുത്തുള്ള
പ്ലാനറ്റ്സ് ആണ് വീനസും മാർസും. നമ്മുടെ സാറ്റലൈറ്റ് ആണ് തൊട്ടടുത്തുള്ള മൂൺ. അതിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെ 3,84,400 കിലോമീറ്റർ ദൂരമാണ് ചന്ദ്രനുള്ളത് ഭൂമിയിൽ നിന്ന്. പിന്നെ നമ്മുടെ അടുത്തുള്ള വേറെ സ്റ്റാർ ആണ് സൺ. സൺ പറഞ്ഞാൽ അത് 14 ക്രോസ്, അത്രയും ഡിസ്റ്റൻസ്, 14 ക്രോസ് 96 ലാക്സ് കിലോമീറ്റർ ദൂരമാണ് സൂര്യനുള്ളത്. ഇനി നമ്മുടെ ഗാലക്സിയുടെ പേരാണ് മിൽക്കി വേ. മലയാളത്തിൽ ഇതിനെ ആകാശഗംഗ എന്നാണ് പറയുന്നത്. പിന്നെ അതിന് തൊട്ടടുത്ത് പിന്നെ ഒരു ഗാലക്സി കൂടെ ഉണ്ട്, അതിന്റെ പേരാണ് ആൻഡ്രോമിഡ. അപ്പൊ ഈ ആൻഡ്രോമിഡയും മിൽക്കി വേയും തൊട്ടടുത്തുള്ള ഗാലക്സീസ് ആണ്. ഇനിയിപ്പോ ഇതിന്റെ കഥകൾ പറയാം. ഈ ഗാലക്സീസ് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും ഈ ഗാലക്സിയിൽ എന്താണ് ഉള്ളതെന്നും ഈ സാധനങ്ങളൊക്കെ നമ്മളിപ്പോ ഭൂമിയെ പറ്റി പറയുമ്പോൾ പഞ്ചഭൂതം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇതിന്റെ അകത്ത് മൊത്തമായിട്ട് ഈ യൂണിവേഴ്സിന്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് എത്തി നോക്കാം. ഇതിൽ വെറും 5% മാത്രമേ ഉള്ളൂ ബാരിയോണിക് മാറ്റർ എന്ന് പറയും. ഇംഗ്ലീഷിൽ ബാരിയോണിക് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പഞ്ചഭൂതങ്ങളിൽ ഉള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. പിന്നെ ബാക്കി നമ്മുടെ ഈ യൂണിവേഴ്സിൽ കാണുന്ന എല്ലാ പ്ലാനറ്റ്സിന്റെയും സ്റ്റാർസിന്റെയും കോമ്പോസിഷൻ ആണ് ഈ 5%. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സയന്റിഫിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത മെറ്റീരിയൽ, അതിനാണ് ഈ ബാരിയോണിക് മാറ്റർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 27% ഡാർക്ക് മാറ്റർ. ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ഇങ്ങനെ ഡെഫിനേഷൻ മാറി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഡാർക്ക് മാറ്റർ എന്താണ്, ഡാർക്ക് എനർജി എന്താണ്. അപ്പൊ ഇതിൽ ഒന്നുള്ള എന്താ പറഞ്ഞാൽ ബാരിയോണിക് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇന്ന് നമുക്ക് പരിധിയുള്ളതായിട്ടുള്ള വസ്തു, മെറ്റീരിയൽ, ഭൗതികമായിട്ട് നമ്മുടെ കണ്ണിന് കാണുന്ന വസ്തുക്കൾ, അതുകൊണ്ട് 5%, ബാക്കി 27% ഡാർക്ക് മാറ്റർ. ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ദാറ്റ് ഡസ് നോട്ട് എമിറ്റ്, അബ്സോർബ് ഓർ റിഫ്ലക്ട് ലൈറ്റ്, സോ ഇറ്റ് ഈസ് ഇൻവിസിബിൾ. ഇവിടെയാണ് ഇതിന്റെ പ്രത്യേകത. ഈ ഡാർക്ക് മാറ്ററാണ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇതിനെപ്പറ്റി പറയുമ്പോഴും അറിയാം. നമുക്ക് ദർ ഇസ് എ ഡാർക്ക് ഹോൾ എന്ന് പറയും ഈ സ്പേസിൽ തന്നെ. അതിൽ ഡാർക്ക് ഹോൾസ് എന്ന് പറഞ്ഞാൽ അതിലുള്ളത് ഈ ഡാർക്ക് മാറ്ററാണ്. ഡാർക്ക് മാറ്ററിൽ എന്തെന്ന് പറഞ്ഞാൽ അതിന് ഇലക്ട്രിക് വേവ്സ് അതിൻ്റെ അകത്തൂടെ കടന്നു പോകില്ല, ലൈറ്റ് വേവ്സ് പോകില്ല. അപ്പം അതിന് ആകെ ഉള്ളത് ഗ്രാവിറ്റി മാത്രമാണ്. അങ്ങനെയുള്ള മാറ്ററാണ് ഡാർക്ക് മാറ്റർ. ഇനിയിപ്പോൾ പുതുതായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് ഡാർക്ക് എനർജി എന്ന് പറയും. ഡാർക്ക് എനർജീനെ പറ്റി പറയുമ്പോൾ അതൊരു മിസ്റ്റീരിയസ് ഫോം എന്നാണ് ഇപ്പോഴും പറയുന്നത് സയൻസ്. മിസ്റ്റീരിയസ് ഫോം ഓഫ് എനർജി ദാറ്റ് ഈസ് തോട്ട് ടു ബി റെസ്പോൺസിബിൾ ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് ഇപ്പോൾ ശാസ്ത്രം പറയുന്നത്. നമ്മൾ ഇന്നലെ കണ്ട പ്രപഞ്ചമല്ല ഇന്ന് കാണുന്നത്, ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. അത് പുറകിലോട്ട് അല്ലെങ്കിൽ പുറത്തോട്ട്. കാരണം ഇതിപ്പോൾ നമ്മൾ എപ്പോഴും ആ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഒരു സർക്കുലർ എന്നാണ് ആലോചിക്കുന്നത്. നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പിക്ചറാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇത് അങ്ങനെ അല്ല. സ്പേസ് ബിയോണ്ട് ഏത് ലെവൽ വരെ പോയിട്ടുണ്ടെന്നതിനെ പറ്റി ഒരു ഊഹം വരെ ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള വിശേഷപ്പെട്ട ഒരു ഇതാണ് നമ്മുടെ പ്രപഞ്ചം. അപ്പൊ ആ പ്രപഞ്ചത്തിൽ ഈ മുമ്പിലോട്ട് അതിനെ തള്ളിവിടുന്ന ഒരു പ്രത്യേക ഒരു എനർജി ഉണ്ട്. കാരണം നമുക്കറിയാം ഫണ്ടമെന്റൽ എനർജീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ 4 എനർജീനെ പറ്റിയിട്ടാണ് പറയാണ് ഫിസിക്സിൽ. അതിലൊന്ന് ഗ്രാവിറ്റേഷൻ ആണ്, പിന്നെ ഒന്ന് ന്യൂക്ലിയർ ആണ്. ന്യൂക്ലിയറിൽ തന്നെ 2 തരമുണ്ട്. പിന്നെ ഉള്ളത് റേഡിയോ മാഗ്നറ്റിക്. ഇത് കൂടാതെ ഇപ്പോൾ ഒരു പുതിയ എനർജി, ഡാർക്ക് എനർജി, ഗ്രാവിറ്റേഷന് എതിരായിട്ട് പ്രവർത്തിക്കുന്നതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിനെ പുറത്തേക്ക് തള്ളിവിടുന്നത്. സാധാരണയായിട്ട് പ്രപഞ്ചത്തിലെ ഓരോ പ്ലാനറ്റ്സും അല്ലെങ്കിൽ ഓരോ ഗാലക്സീസും ഇങ്ങനെ ഉള്ളിലോട്ട് ചുരുങ്ങി വരുമ്പോഴേ മൊത്തമായിട്ട് പ്രപഞ്ചത്തിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫോഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഡാർക്ക് എനർജി. ഇനി നോക്കാം ഇപ്പോൾ എക്സ്പാൻഷൻ ആൻഡ് ഫേറ്റ് ഓഫ് ദ യൂണിവേഴ്സ്. നമ്മളിപ്പോൾ പ്രപഞ്ചത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ കാര്യം ഇപ്പോഴെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗാലക്സീസ് ആർ മൂവിങ് അവേ. നമ്മുടെ ഗാലക്സീസ് അത് ഓരോരോ ഈ പറഞ്ഞ പോലെ ആകാശഗംഗ ആയിക്കോട്ടെ, അല്ല ആൻഡ്രോമേഡ ആയിക്കോട്ടെ, ഇതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളിവിടുകയാണ്. അപ്പോൾ ഈ എക്സ്പാൻഷൻ ഈസ് കൺഫേംഡ് ബൈ റെഡ് ഷിഫ്റ്റ് സ്റ്റഡീസ്. റെഡ് ഷിഫ്റ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഒരു സയന്റിഫിക് ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദൂരെ എന്നുള്ള ഒരു ഒബ്ജക്റ്റ് നിന്ന് വരുന്ന പിന്നെ പ്രകാശത്തിൽ എല്ലാ പ്രകാശവും ഒരേ സമാന്തരമായിട്ടല്ല വരുന്നത്. മാർജിനൽ അല്ലെങ്കിൽ എൻഡിലുള്ള റെഡ് ലൈറ്റ്സ് അത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് തള്ളി വരികയാണ്, അല്ലെങ്കിൽ വളഞ്ഞു വരുന്നത് അങ്ങനെ പറയാം. ഇപ്പോൾ സാധാരണയായിട്ട് ഒരു 5 റേസ് ഒന്നിച്ചിട്ട് വരികയാണെങ്കിൽ അതിങ്ങനെ പാരലായിട്ട് വരണം. നേരെ മറിച്ച് റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെളിയിൽ നിൽക്കുന്ന റേ, ഇപ്പോൾ സപ്പോസ് ചുവപ്പിൻ്റെതാണെങ്കിൽ അത് പുറത്തോട്ട് കുറച്ച് തള്ളി വരും.
ഇത് വെച്ചിട്ടാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഗാലക്സീസ് ആർ മൂവിങ് അവേ. നേരത്തെ കണ്ട പോലെയല്ല ഇപ്പോഴുള്ളത്. അപ്പോൾ പിന്നെ എന്നുള്ളത് ഇതിന്റെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഡാർക്ക് എനർജി ആക്സലറേറ്റ്സ് ദ എക്സ്പാൻഷൻ എന്നാണ്. ഇതിന്റെ സ്പീഡ് കൂട്ടുന്നത് ഈ ഗാലക്സിനെ പുറത്തേക്ക് തള്ളിവിടുന്നത് ഇറ്റ്സ് ആൻ ആന്റി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. നമ്മുടെ ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടുന്നതൊക്കെ ഗ്രാവിറ്റി കൊണ്ടാണ്. അതിന് പകരമായിട്ട് പ്രതികൂലമായിട്ട് ഒരു ശക്തിയെ അതിനെ പുറത്തേക്ക് തള്ളിവിടുന്നു. പിന്നെ വേറൊരു പുതിയ ഒരു മോഡൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലാനറ്റ്സോ അല്ലെങ്കിൽ ഗാലക്സീസ് മാത്രമായിട്ടല്ല വികസിക്കുന്നത്, അതിൻ്റെ അകത്തുള്ള എംപ്റ്റി സ്പേസ്, ഈ സ്പേസ് തന്നെ വികസിച്ചിട്ട് പുറത്തേക്ക് പോകുന്നതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ സ്പേസ് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പന്തലിച്ച് പുറകോട്ട് വെളിയിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പണ്ട് കണ്ട സൈസോ പിന്നെ ആ സ്റ്റാർസിന്റെയും പ്ലാനറ്റ്സിന്റെ സ്ഥിതിയോ അല്ല ഇന്നുള്ളത് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് പറയാണ്, ഒരു കാലത്ത് ഇന്നിപ്പോ പിന്നെ നമുക്ക് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 hours ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ കണക്കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമി ഒരു ദിവസം കൊണ്ട് തിരിഞ്ഞു വരുന്ന ആ സമയം ഒരു ഫുൾ ഒരു പോയിന്റിലേക്ക് വരാൻ 24 മണിക്കൂർ. പക്ഷേ ദർ വാസ് എ ടൈം ഒരു സമയത്ത് ഇതുവരെ വെറും 19 മണിക്കൂറായിരുന്നു അത്ര. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഭൂമി തിരിയുന്ന ആ സ്പീഡ് കുറഞ്ഞിരിക്കുകയാണ്. പണ്ടൊരു കാലത്ത് 19 മണിക്കൂർ ഉണ്ടായത് ഇന്നിപ്പോ 24 മണിക്കൂറായിട്ട് കൂടിയിട്ടുണ്ട്. ഇനി ഇത് ഇനിയിപ്പോ ഈ പിന്നെ നമ്മുടെ ഈ പ്രപഞ്ചത്തിനെ പറ്റിയിട്ട് ഇന്ന് ആധികാരികമായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള കുറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ട്. അത് മാത്രം ഞാൻ സൂചിപ്പിക്കാം. ചില സ്റ്റാർസിനെ പറയുന്നത് റോഗ് സ്റ്റാർസ് ആണ്. റോഗ് സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ്. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഭൂമിയെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഭൂമി എപ്പോഴും ഒരു ഗാലക്സിയുടെ അകത്താണ് നിൽക്കുന്നത്. ആകാശഗംഗ എന്നുള്ള ഒരു ഗാലക്സിയുടെ അകത്താണ് നമ്മുടെ ഭൂമി നിൽക്കുന്നത്. അതുപോലെ എല്ലാ പ്ലാനറ്റ്സും, അത് നമ്മുടെ സൗരയൂഥത്തിലെ ഇത് 9 ഇതാണെങ്കിലും പ്ലാനറ്റ്സ് ആണെങ്കിലും അതൊക്കെ നിൽക്കുന്നത് ഈ ഗാലക്സിയുടെ അകത്താണ്. പക്ഷെ ഇത് കൂടാതെ റോഗ് പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്ലാനറ്റ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഗാലക്സിയിൽ നിൽക്കാതെ ഇങ്ങനെ മാറി ഒറ്റയാനായിട്ട് ഇങ്ങനെ കറങ്ങുന്നത്, അത് പ്ലാനറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ പല സാറ്റലൈറ്റ്സ് ഉണ്ട്. അങ്ങനെയെല്ലാം അതിനെ പറഞ്ഞ റോഗ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ താന്തോന്നി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അത് ഒരു ഗാലക്സിയിൽ ഒതുങ്ങുന്നില്ല. പിന്നെന്നുള്ളത് സ്ലീപ്പിംഗ് ബ്യൂട്ടി ഗാലക്സി, അതെന്ന് വെച്ചാൽ ഈ സാധാരണയായിട്ട് ഒരു ഗാലക്സി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പിന്നെ ഈ ആകാശഗംഗ പോലെ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ധാരാളം മാറ്റങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഈ പറഞ്ഞ പോലെ ഗാലക്സീസിലത്തെ പ്ലാനറ്റ്സ് മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്നൊന്നിനെ ആകർഷിക്കും, അല്ലെങ്കിൽ ഒന്നൊന്നിനെ നഷ്ടപ്പെടും. പക്ഷേ സ്ലീപ്പിംഗ് ബ്യൂട്ടി ഗാലക്സീസ് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ ഡോർമെന്റ് ആയിട്ട് നിൽക്കുന്ന കുറെ ഗാലക്സീസ് ഉണ്ട്. പണ്ടെന്നോ നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അന്ന് മുതൽ ഇന്ന് വരെ അതിന് ഒരു മാറ്റവുമില്ല. അതിനെയാണ് സ്ലീപ്പിംഗ് ഗാലക്സീസ് എന്ന് പറയുന്നത്. പിന്നെ വേറെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് വാസ് മോർ ഡെൻസ്, സ്മോൾ ആൻഡ് ഹോട്ട് ബിഫോർ ബിഗ് ബാങ്. ഈ ബിഗ് ബാങ് എന്ന് പറഞ്ഞ ഒരു തിയറിയെ പറ്റിയിട്ട് ഞാൻ പറയാൻ പോവാണ് ഇപ്പോൾ. ഇതെന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സ് വളരെ കണ്ടൻസ്ഡ്, ഡെൻസ് ആയിരുന്നു, കട്ട കെട്ടിയതായിരുന്നു, പിന്നെ ചെറുതായിരുന്നു, പിന്നെ ഭയങ്കര ചൂടുള്ളതായിരുന്നു. അതിപ്പോൾ മാറിയിട്ട് അത് കുറച്ചും കൂടെ ലെസ് ഡെൻസ് ആയിട്ടുണ്ട്, പിന്നെ കുറേ കൂടി വലുതായിട്ടുണ്ട് യൂണിവേഴ്സ്. പിന്നെ അതുകൂടാതെ ഇതിപ്പോ അതിന്റെ ചൂട് കുറഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് നോട്ട് ദ ഗാലക്സി ബട്ട് ദ സ്പേസ് ബിറ്റ്വീൻ ദ പ്ലാനറ്റ്സ് ദാറ്റ് ഇൻക്രീസ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അത്. പിന്നെ അവർ മൂൺ ഈസ് മൂവിങ് അവേ ഫ്രം അസ്. ഇത് വേറൊരു ഡിസ്കവറിയാണ്. ഈ നമ്മുടെ ചന്ദ്രൻ തന്നെ നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് ഏകദേശം 1.5 inches per annum മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സ്ലോലി ഇറ്റ് ഈസ് ഗോയിങ് അവേ എന്നാണ് പറയുന്നത്. പിന്നെ ഇനി വേറൊരു തിയറി, ഇത് നമുക്ക് ഇനിയിപ്പോൾ വേദിക് സ്റ്റഡീസിൽ വരുമ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൈക്ലിക് കോസ്മോളജി എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദി യൂണിവേഴ്സ് ഈസ് എ റിപ്പീറ്റേഷൻ ഓഫ് ആൻ ഓൾഡ് യൂണിവേഴ്സ് ഫോംഡ് ആഫ്റ്റർ ബിഗ് ബൗൺസ് ആൻഡ് ബിഗ് ക്രഞ്ച്. ഈ ബിഗ് ബൗൺസും ബിഗ് ക്രഞ്ചും എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ ഗാലക്സീസ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഈ വെളിയിൽ നിന്നുള്ള കുറെ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ പ്ലാനറ്റ്സ് ഒക്കെ ഇങ്ങനെ തെറിച്ചു പോകാനുള്ള വഴിയുണ്ട്. അല്ലെങ്കിൽ ഒരു നെബുല സ്റ്റേജ് എന്ന് പറയും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ കണ്ടൻസ് ആകുന്നതിന് മുമ്പേ ഉള്ള സ്റ്റേജിന്റെ പേരാണ് നെബുല എന്ന് പറയും. ആ നെബുല സ്റ്റേജിലാകുമ്പോൾ ഇത് കുറേയൊക്കെ വെളിയിലോട്ട് മാറിപ്പോകും. അതുപോലെ തന്നെ ഗ്രാവിറ്റി കൊണ്ട് ഇത് ഉള്ളിലോട്ട് വലിഞ്ഞു വരും. അത് ഒരു കാലഘട്ടത്തിൽ എക്സ്ട്രീം കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഡാർക്ക് ഹോൾസ് ഡെവലപ്പ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ അതിൻ്റെ അകത്തിലോട്ട് ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ല പ്രോപ്പർട്ടിയിലുണ്ടല്ലോ, ഈ ഡാർക്ക് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡാർക്ക് മാറ്ററിലേക്ക് നമ്മുടെ ഇലക്ട്രിക് റേഡിയോ മാഗ്നറ്റിക് വേവ്സ് അതിൻ്റെ അകത്തേക്ക് പോകില്ല.
അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി പഠിക്കാൻ പറ്റില്ല. ആസ് ഓൺ ടുഡേ അത് നമുക്ക് ഡാർക്ക് എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന സ്പേസിന്റെ ഒറിജിനെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വളരെ കണ്ടൻസ്ഡ് ആയിട്ട് സിവിയർ ഗ്രാവിറ്റി ആയിട്ടുള്ള ഒരു സാധനം, അകത്ത് കറുത്ത മാറ്ററാണ്, അതിൻ്റെ അകത്ത് എക്സ്ട്രീം ഗ്രാവിറ്റിയാണ്, അതിൻ്റെ അകത്ത് ഒരു പിന്നെ ഇലക്ട്രിക് വേവ്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഡിഫ്ലേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്, സ്ട്രെയിറ്റ് പോവില്ല. അങ്ങനെയുള്ള ഒരു പ്രതിഭാസം അവിടെ വെച്ചിട്ട് ഒരു ബിഗ് ബാങ് നടന്നതാണ് പറയുന്നത്, ഒരു പൊട്ടിത്തെറി, വിസ്ഫോടനം. ഈ വിസ്ഫോടനത്തോടു കൂടിയാണ് നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അത് ശാസ്ത്രീയമായിട്ട് അത് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ തന്നെ അവിടെ ഒരു മാറ്ററിന്റെ കണ്ടൻസ്ഡ് ഫോം ആയിട്ടൊന്നും ഉണ്ടായിരുന്നു. അപ്പൊ അത് പ്രപഞ്ചത്തിന്റെ ഒറിജിൻ നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ വെച്ച് നടന്ന വിസ്ഫോടനം അല്ലെങ്കിൽ എക്സ്പ്ലോഷനിലൂടെയാണ്, ബിഗ് ബാങ്ങിലൂടെയാണ് ഇതൊക്കെ ഉണ്ടായതെന്നാണ് ഇന്ന് ശാസ്ത്രം പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് എന്തായിരുന്നു അവിടെ എന്നുള്ളതിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല, ശാസ്ത്രത്തിനും അറിയില്ല. അതോടുകൂടി നമ്മുടെ പ്രപഞ്ചം ഉണ്ടായി എന്നാണ് ഇപ്പൊ പറയുന്നത്. ഈ ബിഗ് ബാങ് എന്ന് പറയുന്ന തിയറിയോടുകൂടി, ആ വിസ്ഫോടനത്തോടുകൂടി പ്രപഞ്ചം ഉണ്ടായി. അതിനു മുമ്പ് എന്തുണ്ടായിരുന്നു? ആ മാറ്റർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സ്ഥിതി എന്താണെന്ന് അതറിയില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ദി യൂണിവേഴ്സ് ഈസ് എ റിപ്പീറ്റേഷൻ, അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഫിനോമിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ സ്നാപ്ഷോട്ട് ഓഫ് ദി യൂണിവേഴ്സ് വെൻ ഇറ്റ് വാസ് ഓൺലി 3,80,000 years old. Just as faint microwave radiation after Big Bang, this light is detectable even today. ഇതെന്താ പറയുന്നത് പറഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ റേഡിയോ മാഗ്നറ്റിക് വേവ്സിൽ നിന്ന് നമ്മൾ ഒരു ഉദാഹരണത്തിന് ഒരു ലൈറ്റ് ഉണ്ടാകുമ്പോൾ, അവിടെ ഒരു ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ പ്രകാശം ഉണ്ടല്ലോ, അത് ഇവിടെ എത്തണമെങ്കിൽ എത്ര വർഷം എടുക്കുന്നുള്ളതാണ് ഒരു ലൈറ്റ് ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. ഇപ്പൊ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ടേ ഇതുപോലെ ഉണ്ടായിരുന്നതിന്റെ വളരെ ഫെയിന്റ് ആയിട്ടുള്ള സിഗ്നൽസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. ഇതിനാണ് പറയുന്നത് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട്. ഇതൊരു വളരെ പുതിയ ടേമാണ്. ഇതിനെ പറയുന്നത് CMB എന്നാണ്. ഇത് ഇങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിൻ്റെക്കാളും മുമ്പേ തന്നെ വളരെ ഒരു പ്രപഞ്ചം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പോഴും നമുക്ക് നേരിയ സിഗ്നൽസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് സോ ഫാർ എന്നാണ് അതിനർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ സിഗ്നൽസ് വീക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ഈ പ്രപഞ്ചം കൂടാതെ വേറൊരു പ്രപഞ്ചം. ഇനി ഇതുവരെ ഉത്തരം കിട്ടാത്ത ശാസ്ത്രത്തിന്റെ കുറെ ചോദ്യങ്ങൾ. അപ്പോഴാണ് നമുക്ക് അറിയുന്നത് ഇതൊന്നല്ല, നേരത്തെ പറഞ്ഞ പോലെ ഇത് അവർണ്ണനീയമാണ്, നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു പ്രപഞ്ചമാണെന്ന് പറയുന്നത്. എന്താണ് ഇപ്പോഴും ആസ് ഓൺ ഡേറ്റ് എന്തൊക്കെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഇപ്പോഴും ഉത്തരവില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും ഇപ്പോൾ വളരെ ശാസ്ത്രത്തിനെ പറ്റി നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നവരൊക്കെ ശാസ്ത്രം എല്ലാം തെളിയിച്ചിട്ടുണ്ടെന്നൊരു ഭാവത്തിലിരിക്കുമ്പോൾ, ഈ പ്രപഞ്ചത്തിനെ പറ്റിയുള്ള കുറെ സംശയങ്ങൾ ഇനിയും ബാക്കിയാണ്. കാരണം അതിൻ്റെതായ ലിമിറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ബാക്കിയായതെന്നും കൂടെ പറയാം. ആദ്യത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദി സെൻട്രൽ പോയിന്റ് ഓഫ് ദി ബ്ലാക്ക് ഹോൾ ഹാസ് ഹ്യൂജ് മാസ്. ഈ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഗാലക്സിയുടെ സെൻട്രലിൽ വരുന്ന ആ പോർഷനിൽ ധാരാളം ബ്ലാക്ക് മാസ് ഉണ്ട്. ഇതിന്റെ വോള്യൂം 0 ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ എക്സ്ട്രീം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ കണ്ടൻസ്ഡ് ആയി ചുരുണ്ടുകൂടി ഇതിന്റെ വോള്യൂം ഓൾമോസ്റ്റ് നില്ലായിട്ടിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ ഇൻഫിനിറ്റ് ഡെൻസിറ്റിയാണ്. കാരണം ഒരു ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിന്റെ സാന്ദ്രത ഇപ്പോൾ ഇൻഫിനിറ്റ് ആണ്, അതിനെ അളക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത് അതിനെ അളക്കാനുള്ള മെക്കാനിസം ഇല്ല നമ്മുടെ കയ്യിൽ. പിന്നെ അത് എത്രയായിരിക്കും എന്ന് ഊഹിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മുഴുവൻ ഒരു പ്ലാനറ്റ് അല്ലെ ഗാലക്സിയാണ് ചുരുണ്ടുകൂടി ഒരു പോയിന്റിൽ സെൻട്രൽ ആയിട്ട് ഇരിക്കുന്നത്, നമുക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഗ്രാവിറ്റിയെ പറ്റിയിട്ട് നമുക്കറിയില്ല. അതുപോലെ തന്നെ അതിന്റെ മാറ്ററിനെ പറ്റി നമുക്കറിയില്ല, വോള്യത്തിനെ പറ്റി നമുക്കറിയില്ല. ആൻഡ് ലൈറ്റ് നെവർ പാസസ് ത്രൂ ദിസ്. ഇപ്പൊ സാധാരണയായിട്ട് നമ്മുടെ ഈ ലൈറ്റ് റേസിനെ ബേസ് ചെയ്തിട്ടാണ്, റേഡിയോ മാഗ്നറ്റിക് വേവ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഓബ്ജക്ട്സിനൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിപ്പോ നമ്മൾ മേളിൽ പോയിട്ട് സ്പേസിൽ പോയിട്ട് അവിടുന്ന് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാലെല്ലാം ഇത് ബേസിക്കലി ഇറ്റ് ഈസ് ദ ലൈറ്റ്. അത് അവിടെ അതിൻ്റെ അകത്ത് പോകാത്തിടത്തോളം കാലം നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഹൗ ഡു വി നോ വാട്ട് ഈസ് ദി മാറ്റർ നമുക്കറിയില്ല. പിന്നെ രണ്ടാമത്, ഡാർക്ക് മാറ്റർ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ട്. അതെന്താണ് ഈ ഡാർക്ക് മാറ്റർ എന്ന് അറിയില്ല. സാധാരണയായിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ബാരിയോൺ മാറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ ഇതൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ഫോട്ടോൺ ഉണ്ടാകും. ഇതൊന്നുമില്ല, അതിൽ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഒരു വലിയ ബുദ്ധിമുട്ടാണ്.
പിന്നൊന്നെന്ന് വെച്ചാൽ ബിഫോർ ബിഗ് ബാങ് വാട്ട് വാസ് ദ നേച്ചർ ഓഫ് ദ യൂണിവേഴ്സ്. ഈ ബിഗ് ബാങ് എന്ന് പറയുന്ന ഈ ഫിനോമിനന് മുമ്പേ എന്തായിരുന്നു നമ്മുടെ യൂണിവേഴ്സ്? ഈ യൂണിവേഴ്സിന്റെ ലിമിറ്റ് ഏതാണെന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. എവിടെ വെച്ചിട്ടാണ് യൂണിവേഴ്സ് എൻഡ് ചെയ്യുന്നത്, ഈ യൂണിവേഴ്സിന്റെ അപ്പുറം പിന്നെ എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ 93 ബില്യൺ ലൈറ്റ് ഇയർ ഈസ് ദ സൈസ് ഓഫ് യൂണിവേഴ്സ് കാൽക്കുലേറ്റഡ് ഫ്രം ഒബ്സർവബിൾ യൂണിറ്റ്സ്. വാട്ട് ഈസ് ബിയോണ്ട് എന്നാണ് ചോദ്യം. ഇതിനപ്പുറം എന്താണെന്ന് ഇപ്പോഴേ ഒരു പുതിയ തിയറി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പ്രപഞ്ചം അതിനപ്പുറവും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ബിയോണ്ട് ദിസ് യൂണിവേഴ്സ് ദർ ക്യാൻ ബി അനദർ യൂണിവേഴ്സ്. അപ്പൊ അത് നമുക്കെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞെങ്കിൽ മൈൻഡ് ബ്ലോയിങ് ആണ്. നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത ഒരു പിക്ചറാണ് വരുന്നത്. ഈ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ ഈ സ്പേസിലുള്ള ഇത്രയും ഗാലക്സീസും പ്ലാനറ്റ്സും പിന്നെ സാറ്റലൈറ്റ്സും ഒക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഇനിയും വെളിയിലൊന്ന് വരാമെന്ന് പറഞ്ഞാൽ നമുക്കത് ഊഹിക്കാൻ പറ്റില്ല. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹോൾ ഓർ ഗാലക്സി വിച്ച് ഫോംഡ് ഫസ്റ്റ്. അതൊരു ഇതുണ്ടല്ലോ, മുട്ടയാണോ കോഴിയാണോ എന്ന് ചോദിക്കുന്ന പോലുള്ള ഒരു ചോദ്യമാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് ഉണ്ടായിരിക്കുന്നത് ബിഗ് ബാങ് എന്നാണ്. ഈ നേരത്തെ ഞാൻ പറഞ്ഞ കണ്ടൻസ്ഡ് ഫോം എന്നാണ് ബിഗ് ബാങ് ഉണ്ടായത്. വിസ്ഫോടനം ഉണ്ടായിട്ടാണ് ഇത് ഉണ്ടായത്, ഗാലക്സി ഉണ്ടായെന്ന് പറയുന്നത്. അപ്പോഴ് അത് ഉണ്ടാകാനുള്ള മാറ്റർ എവിടെ നിന്ന് വന്നു? അപ്പൊ അത് ആദ്യം ബിഗ് ബാങ് ആണോ നടന്നത്, അല്ല ആദ്യം ഗാലക്സി ആണോ ഉണ്ടായത് എന്നുള്ളതാണ് ചോദ്യം. അത് ശരി. പിന്നൊന്നുള്ളത് സാധാരണ വളരെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ ഇത്രയും വലിയ ഒരു പ്രപഞ്ചത്തിൽ ഈ കൊച്ചു ഒരു മണൽ തരി പോലുള്ള ഒരു ഭൂമി എന്ന് വെച്ച് പറഞ്ഞാൽ ഇത്രയും ഈ ഹ്യൂജ് സൈസ് നോക്കി കഴിഞ്ഞാൽ ഒരു മണൽ തരിയോടെ ഭൂമി വരുള്ളൂ. ആ മണൽ തരിയിലുള്ള ഒരു ജീവജാലം, മനുഷ്യൻ, വേറെ ഇത്രയും വലിയ ഈ യൂണിവേഴ്സിൽ ഇല്ല, ഉണ്ടാവില്ല എന്ന് എങ്ങനെ നമുക്ക് ധൈര്യത്തോടു കൂടി പറയാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്നാണ് കാര്യം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്ലാനറ്റ്സും യൂണിവേഴ്സിൽ അല്ലെ ഗാലക്സിയിലുള്ള എല്ലാ പ്ലാനറ്റും, ഫോർ എക്സാമ്പിൾ ഇപ്പം മാർസ് ആയിക്കോട്ടെ, പിന്നെ വീനസ് ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാം ഘടകങ്ങൾ വേറെ വേറെയാണ്, പല തരത്തിലാണ്. മണ്ണ് പോലുള്ള വസ്തു ഉള്ളതുകൊണ്ട്, മണ്ണുള്ളതുണ്ട്, വെള്ളം ഉള്ളതുണ്ട്. ഇപ്പൊ മാർസിലൊക്കെ വെള്ളം ഉണ്ടെന്നുള്ള ഒരു തിയറിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോഴ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് വേറെ ഏതെങ്കിലും ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ പിന്നെ സാറ്റലൈറ്റ് ഒരു പ്ലാനറ്റിൽ മനുഷ്യനെ പോലുള്ള ജീവജാലങ്ങളോ അല്ലെങ്കിൽ വെറും ലൈഫ് ഏതെങ്കിലും ഫോമിലായിക്കോട്ടെ, അത് ബാക്ടീരിയ ആകാം, ആ സൈസ് മുതലുള്ള, അല്ലെങ്കിൽ ഇത് ബിഗ്ഗസ്റ്റ് ആനിമൽ ആകാം, എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ സൗകര്യമുള്ള ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ജീവൻ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇതുപോലുള്ള കാലാവസ്ഥ വേറെ സ്ഥലത്ത് ഉണ്ടായിക്കൂടാന്നില്ല. കാരണം നൂറുകണക്കിന് സൂര്യനുണ്ട്, കോടിക്കണക്കിന് സൂര്യനുണ്ട്, പ്രപഞ്ചങ്ങളുണ്ട്, പിന്നെ ഇതുപോലെ സൗരയൂഥം പോലുള്ള എത്രയോ പിന്നെ ഗാലക്സീസ് ഉണ്ട്. ഇതൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ ഇപ്പൊ പറ്റില്ലെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാദം. ഇനിയിപ്പോ ഇതൊക്കെ ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും പഠിച്ചിരിക്കുന്നത് സൂര്യനെ പറ്റിയിട്ടും ചന്ദ്രനെ പറ്റിയിട്ടും ഭൂമിയെ പറ്റിയിട്ടുമാണ് നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത പോർഷനിലേക്ക് വരികയാണ്. ഇത്രയാണ് ഇവിടെ മോഡേൺ ആയിട്ട് ശാസ്ത്രത്തിൽ പറഞ്ഞു തന്നിരിക്കുന്ന നമ്മുടെ പ്രപഞ്ചം. ഇപ്പൊ ഞാൻ ഇത്ര പറഞ്ഞത് ഈ മൊത്തമായിട്ടുള്ള എൻ്റെ ഡിസ്ക്രിപ്ഷന്റെ കണ്ടൻസ് ഫോമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വേദിക് ടൈംസിലുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം. നമുക്ക് അതിൽ ഏറ്റവും വലിയ സർപ്രൈസ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും അഡ്വാൻസ് ആയിട്ടുള്ള, ഇത്രയും ശാസ്ത്രം പുരോഗമിച്ച ഒരു സമയത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഈ ഗ്രഹങ്ങളെ പറ്റിയിട്ടും പിന്നെ പ്രപഞ്ചത്തെ പറ്റിയൊക്കെ ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചിരിക്കുമ്പോഴേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ, ആയിരക്കണക്കിന് വർഷങ്ങൾ, കാരണം വേദത്തിന്റെ ഒക്കെ സമയം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 4000 to 5000 ഇയേഴ്സ് ബിഫോർ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഇറയിൽ പോയാൽ തന്നെ ഒരു 3000ഓളം കൊല്ലം BC. അത്രയും കൊല്ലം മുമ്പേ തന്നെ നമ്മുടെ അറിവിനെ പറ്റി എന്താണെന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ആകെ കോൾമയക്കുള്ളെന്ന് പറയില്ലേ, ഗൂസ് ബംസ് വരും. കാര്യം എങ്ങനെ അത് സംഘടിപ്പിച്ചു, എങ്ങനെ ഈ ഇവര് പിന്നെ മനസ്സിലാക്കി, എന്ത് ഉപകരണങ്ങളാണ് ഉപയോഗിച്ചതെന്നൊന്നും നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് ചില സിമ്പിൾ എക്സാമ്പിൾസ് ഞാൻ പറയാം. അവർ പറഞ്ഞിരിക്കുന്നത് എപ്പോഴെന്ന് പറഞ്ഞെങ്കിൽ 1000 കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പേ ഈ പറഞ്ഞ ഫാക്ട്സ് ആണ്, വസ്തുതയാണ് ഈ പറയുന്നത്. മൂൺ ടേക്സ് 27.27 days
ടു ട്രാവൽ അറൗണ്ട് എർത്ത്, ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ ചന്ദ്രന് 27.27 പിന്നെ ഡേയ്സ് വേണം. വിച്ച് ഈസ് അത് അതിനെ ഓരോരോ എലിപ്സിക്കിന്റെ സർക്കിളാക്കിയിട്ട് എടുത്തു കഴിഞ്ഞെങ്കിൽ അത് 13 ദിവസം, 13 ഡിഗ്രി 20 മിനിറ്റ് മൊത്തമായിട്ട് ഈ 360 ഡിഗ്രി കറങ്ങുന്നതിൽ ഈ 27 ദിവസം കൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിവിഷനിൽ 27 കൊണ്ട് എന്ത് പറയുന്നത്, 27 എന്ന് പറഞ്ഞാൽ നമ്മുടെ നക്ഷത്രങ്ങൾ 27ആണ്. അപ്പൊ ഈ ഓരോ ദിവസത്തിനും പിന്നെ റെപ്രസെന്റ് ചെയ്യുന്ന നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തിന് ഓരോന്ന് ഒരു 13 ഡിഗ്രി 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ആർക്ക് നിങ്ങൾ ഊഹിക്കാവുന്നേ ഉള്ളൂ. 17 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിൽ പെടുന്ന നക്ഷത്രങ്ങളുടെ സ്വഭാവം ഇതിൽ 27 നക്ഷത്രത്തിനായിട്ട് ഇത് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഈ ഓരോരോ ആർക്കും അല്ലെങ്കിൽ ഓരോരോ പീസും അതിൽ ഈ നക്ഷത്രത്തിന്റെ സ്വഭാവം, ആ ഓരോ നക്ഷത്രത്തിന് 4 പാദം എന്ന് പറയുന്നു. നമ്മൾ പറയല്ല ആദ്യത്തെ പാദം, രണ്ടാമത്തെ പാദം, മൂന്നാം പാദം എന്നൊക്കെ നമ്മളെന്നും വായിക്കുന്നതാണ് നമ്മുടെ ഇതിൽ. അത് വിച്ച് മേക്സ് എ ടോട്ടൽ ഓഫ് 108 പാദാസ്. 27 നക്ഷത്രങ്ങളുണ്ട്. ഒരു നക്ഷത്രത്തിന് 4 പാദങ്ങളുണ്ട്. അപ്പൊ 4 പാദങ്ങളിൽ 27 ആകുമ്പോൾ 108 പാദങ്ങളുണ്ട് മൊത്തം നമ്മുടെ ഈ ഭൂമിയിലേക്ക്. ഈ 108 എന്ന് പറയുന്നത് വളരെ വളരെ സാങ്ക്ടിറ്റി ഉള്ള ഒരു നമ്പറാണ്. നിങ്ങൾ പലപ്പോഴും ഇത് പറയുന്നത് കേട്ടിട്ടുണ്ടാകും. എല്ലാവരും 108 പ്രാവശ്യം ചൊല്ലുക, 108 പ്രാവശ്യം ചെയ്യുക ക്രിയകൾ. എല്ലാത്തിനും ഒരു സവിശേഷത ഉണ്ട്. ആ 108 എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഇപ്പോഴും വലിയ പിടിയൊന്നുമില്ല. പക്ഷെ ഇത് പ്രകാരം ഈ നമ്മുടെ ചന്ദ്രനെ വെച്ച് പഠിച്ചപ്പോൾ ഇവർ കണ്ടുപിടിച്ചാണ് ഇത് 108 പാദങ്ങൾ ഉണ്ടെന്നുള്ളത്. പിന്നെ ഇത് പറഞ്ഞിരിക്കുന്ന ഏതിലെന്ന് അറിയോ? തൈത്രേയ സംഹിതയിൽ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷഡ്പാദ ഭ്രമണ എന്ന് പറഞ്ഞതിൽ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ആർക്കും അറിയില്ല ഇതിന്റെ കൃത്യമായിട്ടുള്ള ഏജ്. ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റലേഷൻസ് എന്ന് പറയും. കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ കൂട്ടം. അത് 88 നമ്മുടെ ഇതിലുണ്ട്. കോൺസ്റ്റലേഷൻസ് 88 കോൺസ്റ്റലേഷൻസ് ഉണ്ട്. ദീസ് ആർ ക്ലിയർലി വർക്ക്ഡ് ഔട്ട് ഫ്രം 2500 ആൻഡ് ഓഡ് സ്റ്റാർസ് സീൻ ടു നേക്കഡ് ഐസ്. ഇപ്പൊ നമ്മൾ ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു രാത്രി മുറ്റത്ത് മലർന്ന് കടന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന നക്ഷത്രങ്ങളുടെ കുറേയൊക്കെ നമുക്ക് എണ്ണാൻ പറ്റും. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര വൃത്തിയിലും എണ്ണിക്കഴിഞ്ഞാലും ഒരു 2500 നക്ഷത്രം വരെ കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഉപയോഗിക്കാതെ ആകാശത്തിലേക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് ഏകദേശം 2500 നക്ഷത്രത്തിനെ കണ്ടുപിടിച്ചിട്ട് ഈ നക്ഷത്രങ്ങൾക്ക് മുഴുവൻ അതിന്റെ കോൺസ്റ്റലേഷൻ ഐഡന്റിഫൈ ചെയ്തിട്ട്, കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രത്തിന്റെ കൂട്ടാണ്. ബിഗ് ബാർ എന്നൊക്കെ പറയുന്ന കേൾക്കാം, ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. ഓരോ രൂപത്തിൽ വരും. പലപ്പോഴും കണ്ടിട്ടുണ്ടാകുന്ന ചിത്രം. എനിക്ക് ഇതിൽ ഇമേജസ് വെക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോഴേ അങ്ങനെയുള്ള നക്ഷത്ര കൂട്ടങ്ങൾ അതിനെ വെച്ചിട്ട് ആ നക്ഷത്ര കൂട്ടത്തിലെ ഓരോരോ നക്ഷത്രത്തിന്റെ സ്വഭാവം വെച്ചിട്ടാണ് ഈ ജാതകം എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പിറക്കുമ്പോൾ ആ സമയത്ത് ആ ഏത് നക്ഷത്ര കൂട്ടമാണോ ഇതിന്റെ നമ്മുടെ ആ ഏരിയ, അതുകൊണ്ടാണ് ഈ നക്ഷത്രത്തിൽ എപ്പോഴും നമ്മൾ ജാതകം ഉണ്ടാക്കുമ്പോൾ കൃത്യമായി ചോദിക്കുന്നതാണ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്. അക്ഷാംശവും രേഖാംശവും എന്ന് പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഭൂമിയിൽ ഇന്നിപ്പോൾ GPS പറയുന്നത് പോലെ കൃത്യമായിട്ടൊരു പോയിന്റ്, ആ പോയിന്റ് അറിഞ്ഞിട്ടാണ് ഇവർ ജാതകം ഉണ്ടാക്കുമ്പോൾ ഇത് ഗണിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്നതാണ് ഒന്ന് ലൊക്കേഷൻ, പിന്നെ അന്ന് ഏത് ദിവസമാണ്, ചന്ദ്രൻ ഏത് ഭാഗത്താണ്, സൂര്യൻ ഏത് ഭാഗത്താണ്. ഈ ഇത് വെച്ചിട്ട് ഈ നക്ഷത്ര കൂട്ടത്തിലെ സൂര്യനും ചന്ദ്രനും എങ്ങനെയാണോ നമ്മുടെ ഭൂമിയെ ബാധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സൂര്യനും ചന്ദ്രനും കൂടെ ആകുമ്പോൾ ടൈഡ്സ് ഉണ്ടാകുന്നത് ഈ ചന്ദ്രന്റെയും ഭൂമിയുടെ എഫക്റ്റ് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇത് തിരമാല പോലെ വേവ്സ് പൊങ്ങി വരിക, പിന്നെ അതുപോലെ കുറഞ്ഞു വരിക. ഇത് രണ്ടും ടൈഡ്സ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ടൈഡ്സ് എന്ന് പറയും. അതുണ്ടായിരിക്കുന്നത് ഭൂമിയുടെയും ചന്ദ്രന്റെയും ആകർഷണം കൊണ്ടാണ്. അപ്പൊ ഈ 2 പ്ലാനറ്റ്സിന് ഭൂമിയെ ഇത്രയും ബാധിക്കാമെങ്കിൽ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾക്ക് എന്തുകൊണ്ട് ബാധിച്ചുകൂടാ? തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സൂര്യനേക്കാളും പിന്നെ ചന്ദ്രനേക്കാളും പവർഫുൾ ആയിട്ടുള്ള എത്രയോ നക്ഷത്രങ്ങളുണ്ട്. പക്ഷെ ദൂരെ ആയതുകൊണ്ട് നമുക്ക് അതിനെ ചെറുതായിട്ട് കാണുന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ നക്ഷത്രങ്ങളും ആ നക്ഷത്രത്തിന്റെ ഒരു കൂട്ടം, കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ ഒരു രാശി, ആ രാശിക്ക് ആ ജനിച്ച കുട്ടിയുടെ മുകളിലോ അല്ലെങ്കിൽ ഏത് ജീവജാലത്തിന്റെ മുകളിലോ, അത് ജനിക്കണമെന്നില്ല,
ഏതൊരു ചെടിയായി കഴിഞ്ഞാലും മതി, ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയായി കഴിഞ്ഞാലും വളരെ സൂര്യപ്രകാശം കൂടിക്കഴിഞ്ഞാൽ ചെടി ഉണങ്ങിപ്പോകും. അതുപോലെ തന്നെ അതിന് വെള്ളം ഉണ്ടെങ്കിൽ അത് നല്ല തളിർത്തു നിൽക്കും. അപ്പോൾ ഈ പ്ലാനറ്റ്സിന് എല്ലാ ഭൂമിയിലുള്ള സകല കാര്യങ്ങളുടെ മേളിലും അതിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുപോലെ ജനനത്തിന്റെ മേളിലുണ്ടെന്നാണ് പറയുന്നത്. അത് വെച്ചിട്ടാണ് ഇവർ ജാതകം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ആ ജാതകത്തിന് വേണ്ടുന്ന അടിസ്ഥാനമായിട്ടുള്ള ശാസ്ത്രം മുഴുവൻ എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പേ അവർ ഗണിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ചില ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2500 സ്റ്റാർസിനെ വെച്ചിട്ടാണ് ഇവർ മൊത്തം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതും കൂടാതെ നമ്മുടെ ആസ്ട്രോണമിയും ആസ്ട്രോളജിയും ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും അഡ്വാൻസ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയാണ്. അത് വെച്ചിട്ടാണ് ഈ നമ്മൾ ഇന്ന് കാണുന്ന സകല നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് അതാണ്. ഈ പറഞ്ഞ പോലെ എല്ലാ വാവ് ബലിയാണെങ്കിലും മറ്റേ വേറെ എന്തെങ്കിലും സെലിബ്രേഷൻ ആയിക്കോട്ടെ, ഞാറ്റുവേല ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇംഗ്ലീഷ് കലണ്ടർ നോക്കിയിട്ടോ ഒന്നുമല്ല. ഇതൊക്കെ നമ്മുടെ പഴയ ജ്ഞാനമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. നമ്മൾ ഈ വേദത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് ഇപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതൊക്കെ വളരെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് നോക്കണം, ഇത് പറഞ്ഞിരിക്കുന്നത് ഋഗ്വേദത്തില് 10ാമത്തെ മണ്ഡലയിൽ ശ്ലോകം 90 പുരുഷ സൂക്ത. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ശ്ലോകമുണ്ട്, സഹസ്ര സഹസ്രശീർഷ പുരുഷാഹ സഹസ്രാക്ഷഃ സഹസ്രപാത് സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠ ദശാങ്കുലം. ഇതിനെന്താ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാല് വേദത്തിൽ പറയുന്ന ശ്ലോകമാണിത്. ദി കോസ്മിക് പുരുഷ ഹാസ് 1000 ഹെഡ്സ്. ഇവിടെ ഈ കോസ്മിക് പുരുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ആധ്യാത്മിക സ്റ്റഡീസിൽ നമ്മളിപ്പോ എത്രയും പറഞ്ഞു കൊടുക്കുന്നത് വിരാട് പുരുഷ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എന്താ പറയാ, ഒരു ദൈവത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരാളെ പറ്റിയിട്ടോ പറയാറുണ്ട്, വിരാട് പുരുഷ എന്ന്. അതിനെയാണ് പറയുന്നത് ഈ കോസ്മിക് പുരുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മളെ വേദത്തിലുള്ള പ്രപഞ്ചത്തിനെ പറ്റിയുള്ള സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെയൊക്കെ മെറ്റാഫിസിക്കലാണ്, ഫിസിക്കൽ അല്ല. കാരണം നമുക്ക് ഇതൊന്നും പോയി അളന്നു നോക്കാൻ പറ്റുന്നതല്ല. ഫിസിക്കൽ ആണെങ്കിൽ വി ക്യാൻ മേക്ക് എ മെഷർമെന്റ് ഓഫ് ദാറ്റ് വൺ. മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞാൽ അതിഭൗതികം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ തിയറി പോലെ. അപ്പൊ ഇത് ഇങ്ങനെയുള്ളൊരു തിയറിയിൽ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ബ്രഹ്മം, നമ്മൾ സാധാരണ പറയാറുണ്ട് ജീവാത്മാവ്, പരമാത്മാവ്, പരബ്രഹ്മം, ബ്രഹ്മം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം, ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞ പ്രപഞ്ചത്തിനെയാണ് ബ്രഹ്മാണ്ടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ബ്രഹ്മാണ്ടത്തിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ബ്രഹ്മാണ്ടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഈ വിരാട് പുരുഷൻ എന്നാണ് പറയുന്നത് വേദത്തിൽ. ഈ വിരാട് പുരുഷന് ഹാസ് 1000 ഹെഡ്സ്. ഇത് എന്തിനാണ് ഈ 1000 ഹെഡ്സ് 1000 ഹാൻഡ്സ് എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ സൈസിനെ പറ്റിയിട്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പ്രപഞ്ചത്തിൽ ബില്യൺസ് ആൻഡ് ട്രില്യൺസ് എന്ന് നമ്മൾ മോഡേൺ സയൻസിൽ പറയുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഹ്യൂജ് സൈസാണ്. അതിൽ 1000 പുരുഷ ഹാസ് 1000 ഹെഡ്സ്, 1000 തലകളുണ്ട്, 2000 കണ്ണുകളുണ്ട്, 1000 കാലുകളുണ്ട്. ഈ പെർവേഡ്സ് ദ ഹോൾ എർത്ത് ആൻഡ് എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് ഇറ്റ് ബൈ 10 fingers breadth. അപ്പൊ ഇതുപോലുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെ ഇവർക്ക് കിട്ടിയെന്നുള്ളത് തന്നെ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ പ്രപഞ്ചത്തിന് അത് കൂടാതെ പറഞ്ഞിരിക്കാൻ 10 fingers breadth എന്ന്, അതിനപ്പുറം എന്നാണ് പറയുന്നത്. ഈ വിരാട് പുരുഷൻ ഇത്രയും വലിയ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഈ പ്രപഞ്ചത്തിന്റെ അത് കഴിഞ്ഞിട്ട് പിന്നെയും വെളിയിലോട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റോൾ ഓഫ് വിരാട് പുരുഷ ഇത് വളരെ കൃത്യമായിട്ട് ഓരോ ശ്ലോകത്തിൽ പറയുന്നതാണ്. ഒന്നെന്തെന്ന് പറഞ്ഞാല് കോസ്മിക് യൂണിറ്റി. വിരാട് പുരുഷ റെപ്രസെന്റ്സ് ദി എൻറ്റയർ കോസ്മോസ് ആസ് എ സിംഗിൾ ഡിവൈൻ എൻറ്റൈറ്റി എന്നാണ് പറയുന്നത്. ഒരു ദൈവികമായ ഒരു സാന്നിധ്യമായിട്ട് ഈ വിരാട് പുരുഷൻ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇത് ഓൾ ഗോഡ്സ് എലിമെന്റ്സ് ബീയിങ്സ് ആൻഡ് ഹ്യൂമൻസ് ആർ പാർട്ട് ഓഫ് ഹിം. ഈ വിരാട് പുരുഷൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല, നമ്മൾ പറയുന്ന ബ്രഹ്മാണ്ടം തന്നെയാണ്. ബ്രഹ്മം എന്ന് പറയുന്ന
അതിലേക്കുള്ള എന്തൊക്കെയോ ഈ ബ്രഹ്മാണ്ടത്തിലുണ്ട്, സൃഷ്ടി മൊത്തമായിട്ടുള്ള അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് വിരാട് പുരുഷ. ഇനി sacrificial creation. The universe was created through a cosmic sacrifice, യജ്ഞ ഓഫ് ദി വിരാട് പുരുഷ ബൈ ദി ദേവാസ്. ഇതിനെ പറ്റിയിട്ട് ഞാൻ ഇന്നലെ നമ്മുടെ രാജമ്മയൊക്കെ ചർച്ച ചെയ്തായിരുന്നു. അവർക്ക് ഇതിനെ പറ്റിയൊക്കെ നല്ല നോളജ് ഉണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിരാട് പുരുഷൻ എന്ന് പറയുന്നത് ഒരു എന്താന്ന് പറഞ്ഞ ഒരു യജ്ഞം ഉണ്ടായിരുന്നാണ് പറയുന്നത്. ദേവന്മാരെല്ലാം കൂടി നടത്തിയ ഒരു യജ്ഞം. അത് വിരാട് പുരുഷനെ തൃപ്തിപ്പെടുത്താനാണെന്ന് ഒരു വേർഷൻ ഉണ്ട്. അല്ല, വിരാട് പുരുഷൻ അതിന്റെ ഓഫറിംഗ് ആയിരുന്നു എന്ന് വേറൊരു വേർഷൻ ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചായിരുന്നു. എന്ന് പറഞ്ഞാൽ ദി വിരാട് പുരുഷ വാസ് ഓഫേർഡ് എന്നാണ് പറയുന്നത്. ഒരു യജ്ഞത്തിന്റെ പിന്നെ എന്താ പറയാം, അതെന്ന് പറഞ്ഞാൽ ഒരു തരം യജ്ഞം എന്ന് പറഞ്ഞാൽ അറിയാം, യജ്ഞത്തിൽ ചെയ്യുന്ന ഒരു ക്രിയയാണ്. അങ്ങനെയുള്ളതാണ് വിരാട് പുരുഷൻ. അപ്പോൾ അത് ഏതായാലും കുറച്ച് കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് തോന്നുന്നു. എനിക്ക് അതിനെ പറ്റി ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇപ്പം. പിന്നെ ദി മൂൺ കെയിം ഫ്രം ഹിസ് മൈൻഡ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഹ്യൂജ് ആയിട്ടുള്ള ഇതിന്റെ ഉണ്ടല്ലോ പിന്നെ ഡെഫിനിഷൻ, അല്ലെങ്കിൽ അതിന്റെ പിന്നെ കണക്ക്, അത് അതിനെപ്പറ്റി നമുക്കൊരു ഉദ്ദേശം കിട്ടാനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദി മൂൺ കെയിം ഫ്രം ഹിസ് മൈൻഡ്, സൺ ഫ്രം ഹിസ് ഐസ്, എയർ ഫ്രം ഹിസ് ബ്രത്ത് ആൻഡ് സ്പേസ് ഫ്രം ഹിസ് നാവൽ. അതാണ് ഈ വിരാട് പുരുഷന്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ. ഇന്ന് കാണുന്ന എല്ലാ മുഴുവൻ പ്രപഞ്ചവും വിരാട് പുരുഷനാണ്. ഇതിന് ഉദാഹരണമായിട്ട് വേറെ പല കൊട്ടേഷൻസ് ഉണ്ട്, ഞാൻ പറയാതെ. സിംബൽ ഓഫ് എമനൻസ് ആൻഡ് ട്രാൻസെൻഡൻസ്. ഇത് അതീന്ദ്രിയമാണ്, നമ്മുടെ കണ്ണിനോ കാതിനോ കേൾക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്തതാണ്. പിന്നെ ഹീസ് ബോത്ത് വിത്തിൻ ദ യൂണിവേഴ്സ് ആൻഡ് ബിയോണ്ട് ഇറ്റ്. ഇവിടെ പറയുന്നുണ്ട് ബിയോണ്ട് ഇറ്റ്. അതിപ്പോൾ യൂണിവേഴ്സ് എന്നിട്ടും അതിന് അറ്റമില്ലെന്നാണ് പറയുന്നത് വേദത്തിലും. പ്രപഞ്ചത്തിനപ്പുറം വേറെയും പ്രപഞ്ചങ്ങൾ ഉണ്ടാകാം. പിന്നെ ദിസ് ഷോസ് ദി വേദിക് വിഷൻ ഓഫ് എ നോൺ ഡ്യുവൽ വേർ ദി ഡിവൈൻ പ്രൊവൈഡ്സ് ഓൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അവിടെ ഒരു വിരാട് പുരുഷനുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് പറഞ്ഞു നമ്മളും അതിൽപ്പെട്ടതാണ്. ഈ പ്രപഞ്ചത്തിലെ ഒരു അംശമാണ് നമ്മളിൽ ഓരോരാളും. അപ്പോഴതിൻ്റെ അർത്ഥം എന്താണ്? അദ്വൈതമാണത്. അത് രണ്ടല്ല, ഒന്നാണ്. പിന്നെ ഇത് മോഡേൺ ഹിന്ദു കോൺസെപ്റ്റ്സിൽ ഇൻ ലേറ്റർ ഉപനിഷദിക് ആൻഡ് പുരാണിക് ടെക്സ്റ്റ്, വിരാട് പുരുഷ ഈസ് സീൻ ആസ് എ ഫോം ഓഫ് നാരായണ, വിഷ്ണു ഓർ ബ്രഹ്മൻ. നമ്മൾ ആദ്യം ഇതുണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലേറ്റർ ഇതുണ്ടല്ലോ ഉപനിഷത്ത്, കുറെ കാലഘട്ടങ്ങളിലാണ് ഈ ഉപനിഷത്തും വേദമൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലേറ്റർ ആയിട്ട് വളർന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഈ ബ്രഹ്മനെ അല്ലെങ്കിൽ വിരാട് പുരുഷനെ നമ്മൾ നാരായണനായിട്ടും വിഷ്ണു ആയിട്ടും ബ്രഹ്മനായിട്ടും ഒക്കെ കണക്കാക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ ബ്രഹ്മൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഈ ബ്രഹ്മാണ്ടമാണ്, വിരാട് പുരുഷന്റെ റെപ്രസെന്റേഷൻ ആയിട്ടാണിത്. പിന്നെ ഫിലോസഫിക്കൽ മീനിങ് നോക്കിക്കഴിഞ്ഞാൽ ദി എൻറ്റയർ യൂണിവേഴ്സ് ഈസ് ദി ബോഡി ഓഫ് വിരാട് പുരുഷ. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ വിരാട് പുരുഷനാണ്. പിന്നെ എവരി ബീയിങ് ഈസ് എ ലിംബ് ഓഫ് ദിസ് യൂണിവേഴ്സൽ ബീയിങ്. ഈ വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ബീയിങ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ്. അതിന്റെ ഓരോ ഭാഗമാണ് ഇവിടുത്തെ ഓരോ ജീവിക്കുന്ന, ഓരോ ചലിക്കുന്ന ജീവനും. ഇറ്റ് പ്രൊമോട്ട്സ് ദി യൂണിറ്റി ഓഫ് ഓൾ എക്സിസ്റ്റൻസ് ആൻഡ് ദി സേക്രഡ്നെസ് ഓഫ് ക്രിയേഷൻ. ഇനി ഇറ്റ് ഈസ് ഇമ്മൻസ് ഇൻ സൈസ് ആൻഡ് സ്പ്രെഡ്സ് ബിയോണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രപഞ്ചത്തിനെ പറ്റിയിട്ടുള്ള ഈ മോഡേൺ ഡെഫിനിഷനിലും പറയുന്നതാണ് ഇറ്റ് സ്പ്രെഡ്സ്. ഈ പ്രപഞ്ചം സ്പ്രെഡ് ആവുന്നുണ്ട്, പുറത്തിലോട്ട് പോകുന്നുണ്ട്. അന്ന് വേദിക് ടൈംസിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ സൈസിനെ പറ്റി നമ്മൾ ഊഹിക്കാൻ പറ്റില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ദി ക്രിയേഷൻ ഓഫ് സൈക്ലിക് ലിങ്ക് ടു ദി ബർത്ത് ഓഫ് എ ബ്രഹ്മൻ whose time is specified into kalpas, and one day of a Brahman is 4.32 billion years. ഇത്രയും മെറ്റിക്കുലസ് ആയിട്ട് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ബ്രഹ്മന്റെ ദിവസം കണക്ക് കൂട്ടുന്ന കൽപ്പ നമ്മൾ സാധാരണ വായിക്കുന്നതാണ് കൽപ്പം. ഒരു കൽപ്പത്തിൽ ബ്രഹ്മന്റെ ഒരു ദിവസമാണ്. അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4. അത് അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് ഞാൻ വേറെ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സോളാർ ഡേയ്സ് എത്രയാണ്, നമ്മുടെ ഈ വേദിക് ഡേയ്സ് എത്രയാണ്, അതിൽ ഓരോന്നും ഒരു ഡേ എന്ന് പറഞ്ഞാൽ എത്ര, ഒരു കൽപ്പം എത്രയാണ്, മഹാകൽപ്പം എത്രയാണ്, കാലം എത്രയാണെന്നൊക്കെ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ 4.32 ബില്യൺ ഇയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര? ഒരു ബ്രഹ്മന്റെ ഒരു ദിവസം. അപ്പൊ അങ്ങനെയുള്ള ബ്രഹ്മൻ ഓരോ പ്രാവശ്യം
ഇതിന്റെ കുറച്ച് സംക്ഷിപ്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിരാട് പുരുഷൻ എന്ന് പറയുന്നത് ബ്രഹ്മൻ, ആദിബ്രഹ്മം അല്ലെ പരബ്രഹ്മം എന്നൊക്കെ പറയുന്ന ബ്രഹ്മനിൽ നിന്ന് ഓരോ പ്രാവശ്യവും ഓരോരു പിന്നെ ബ്രഹ്മാവ് ഉണ്ടാകുന്നതാണ് പറയുന്നത്. ഈ വിരാട് പുരുഷൻ അല്ലെങ്കിൽ പരബ്രഹ്മം ഡയറക്റ്റ് ആയിട്ട് സൃഷ്ടിക്കുന്നില്ല ഒന്നിനെയും, നേരെ മറിച്ചിട്ട് അദ്ദേഹത്തിന്റെ നേവൽ, നമ്മൾ ചിത്രത്തിലൊക്കെ കാണുന്ന പോലെ നേവൽ പോർഷനിൽ നിന്ന് ഒരു ബ്രഹ്മൻ ഓരോ പ്രാവശ്യമായിട്ട് ജനിച്ചു വരുന്നു. ഒരു ബ്രഹ്മാവ്, ബ്രഹ്മനല്ല, ബ്രഹ്മാവ് ജനിച്ചു വരുന്നു. ആ ബ്രഹ്മാവ് വന്നിട്ട് സൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ഈ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുന്ന ആ 3 റോള് കൃത്യമായിട്ട് ഇതിൽ പിന്നെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ബ്രഹ്മാവാണ് സൃഷ്ടിക്കുന്നത്. പിന്നെ വിഷ്ണു അതിനെ പരിപാലിച്ചു പോകുന്നു. പിന്നെ വരുന്ന ഡിസ്ട്രക്ഷൻ അത് ശിവന്റെ ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്. ഇനി ഈ വിശ്വരൂപത്തിനെ പറ്റിയിട്ട് ഈ വിരാട് പുരുഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കല്പിക്കാൻ പറ്റുന്നില്ല എന്താണ് ഈ രൂപം എന്ന്. അതിനൊരു ഉദാഹരണം പറയുന്നത് നമ്മുടെ ഭഗവത്ഗീതയിലാണ്. ഭഗവത്ഗീതയില് ശ്രീകൃഷ്ണൻ അർജുനന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുറെ അർജുനന് ഉപദേശിച്ചിട്ടൊന്നും അർജുനന് തലയിൽ കയറുന്നില്ല എന്ന് പറയുമ്പോൾ അവസാനം വിശ്വരൂപം എടുത്ത് കാണിക്കുന്നുണ്ട് ഭഗവാൻ. ആ വിശ്വരൂപൻ ഷോസ് ദ സൈറ്റ് ഓഫ് യൂണിവേഴ്സ് ടു ഹിം, ടു അർജുന. എങ്ങനെയുള്ള ഭൂമിയാണത്? അതിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ആ ശ്ലോകം എത്രയോ പ്രാവശ്യം പഠിച്ചാണ്. ദിവിസൂര്യ സഹസ്രാസ്യ ഭവേദ്യുഗ പതിതുദിത യതിഭാഹ യാതിഭാഹ സദൃശീസ സ്യേത് മഹാത്മനാഹ. അത് ഞാൻ പിന്നെ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് ശരിക്കും വായിക്കാൻ പറ്റുന്നില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഇഫ് 1000 suns were to rise at once in the sky, it would resemble the splendor of that being. അർജുനൻ കണ്ട ആ രൂപം, ഭഗവാന്റെ വിശ്വരൂപം 1000 സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാലുള്ള പ്രഭാപൂരമായിരുന്നു ആ രൂപത്തിനുണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി അല്പം ഒരു വിവരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി ഒരു ഭാവന കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒന്നുമില്ലാത്തതിനെ പറ്റി നമുക്ക് ഭാവനയിൽ കൊണ്ടുവരാൻ പറ്റില്ല. കടലിന്റെ ഒരു അംശം കാണാത്തവന് കടൽ പോലുള്ള ഒരു വസ്തു ഉണ്ട് എന്നുള്ളതിനെ പറ്റി ഭാവനയിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പ്രകാശപൂർണമായ ഒരു രൂപത്തിനെ പറ്റിയിട്ട് നമുക്ക് അവർക്ക് അന്ന് ഊഹിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് പ്രപഞ്ചം എന്നാണ് പറയുന്നത്. അതാണ് വിശ്വം. വിശ്വത്തിന്റെ രൂപമാണ് അർജുനൻ കാണുന്നത്. പിന്നെ വേറെ സ്ഥലത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇതേ ഭഗവത്ഗീതയിലത്തെ കുറെ ചാപ്റ്റേഴ്സ് ആണ്, എപ്പോൾ വേണമെങ്കിലും റെഫർ ചെയ്യാവുന്നേ ഉള്ളൂ. ചാപ്റ്റർ 11 ശ്ലോകം 30 പറഞ്ഞിട്ടുണ്ട്, യുവർ ബേണിംഗ് മൗത്ത് ടേക്സ് ഇൻ ദി ഹോൾ വേൾഡ്. ജ്വലിക്കുന്ന വായയുടെ അകത്ത് ഈ ലോകം മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റും. ആൻഡ് യുവർ ബ്രൈറ്റ്നസ് ബേൺസ് ദി ഹോൾ വേൾഡ്. നിന്റെ പ്രപഞ്ചത്തിന്റെ മുമ്പിൽ, നിന്റെ പ്രകാശത്തിന്റെ മുമ്പിൽ ഇത് വേൾഡിന്റെ പ്രകാശം ഒന്നുമല്ല. പിന്നെ 40ാമത്തെ ശ്ലോകത്തിലും വീണ്ടും പറയുന്നുണ്ട്, യു ആർ സ്പ്രെഡ് ത്രൂ ഔട്ട് ദ യൂണിവേഴ്സ്. ഈ രൂപം അല്ലെങ്കിൽ വിശ്വരൂപം പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. പിന്നെയും വീണ്ടും പറയുന്നത് 11 ശ്ലോകം 20, യു ആർ സ്പ്രെഡ് ത്രൂ ഔട്ട് ദ സ്പേസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സ്കൈ. ഇതെല്ലാം ഒരു ഭാവനയാണ്. ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ അതിന്റെ വ്യാപ്തിയെ പറ്റിയിട്ടും അതിന്റെ വലിപ്പത്തിനെ പറ്റിയുമാണ് പറയുന്നത്. ഇനി വേദിക് വ്യൂസ് ഓഫ് ദി യൂണിവേഴ്സ്. ഇത് ഞാൻ കുറച്ച് കൺസൈസ് ആയിട്ട് പറയുന്നതാണ്. സമയം കുറവുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ സ്ലൈഡ്സ് ഉണ്ടാക്കിയിട്ടില്ല. ഏകം സത്, ഇത് വേദത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. ഏകം സത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ ക്രിയേഷൻ ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് വൺ സുപ്രീം റിയാലിറ്റി നോൺ ആസ് ബ്രഹ്മൻ. ബ്രഹ്മൻ എന്ന് പറയുന്ന ആ സുപ്രീം പരമമായ പരബ്രഹ്മം എന്നാണ് നമ്മൾ പറയുന്നത്. ബ്രഹ്മം എന്നും പറയുന്നുണ്ട്. അതെല്ലാം ഈ ഒരു ശക്തിയുടെ, ഈ കാണുന്ന എല്ലാ ക്രിയേഷനും അതിന്റെ മാനിഫെസ്റ്റേഷനാണ്, അതിന്റെ ശക്തിയുടെ പ്രതികരണമോ അല്ലെങ്കിൽ അതിന്റെ റെപ്രസെന്റേഷൻ എന്നോ പറയാം. ഇതെല്ലാം ബ്രഹ്മന്റെ ഭാഗമാണ്. ഒന്ന്, നാസാദ്യ സൂക്ത എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ, ബിഫോർ ക്രിയേഷൻ ദർ വാസ് നൈദർ ബീയിങ് നോർ നോട്ട് ബീയിങ്, നോ സ്പേസ് നോ ടൈം, ദി ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സ് ഈസ് എ പ്രൊഫൗണ്ട് മിസ്റ്ററി. പ്രപഞ്ചത്തിനെ പറ്റിയിട്ട് വേദിക്കുള്ള എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് പറയുന്നത്, ഈ ക്രിയേഷന് മുമ്പേ അവിടെ ഒരൊറ്റ ഒരു ജീവിയും ഉണ്ടായിരുന്നില്ല. അതേ സമയത്ത് പറയുന്നത് ഇല്ലാന്നും ആ പറയുന്നത്. ഇല്ലെന്ന് പറയാനും പറ്റില്ല. നോൺ ബീയിങ്, നോ സ്പേസ് നോ ടൈം. സമയത്തിനെ പറ്റിയിട്ടോ സ്ഥലത്തിനെ പറ്റിയിട്ടോ ഒരു ഊഹമില്ലാത്ത അത്രയും ബഹുലമായ ഒരു സ്ഥലം.
അല്ലെങ്കിൽ ഒരു സ്ഥിതി. അതുകൊണ്ട് തന്നെ പറയാണ് യൂണിവേഴ്സിന് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്, ഒരു കടങ്കഥയാണ്. യൂണിവേഴ്സിനെ പറ്റി കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ മൂന്നാമത്തത്, ദി കോസ്മിക് ഓർഡർ, ദി യൂണിവേഴ്സ് ഫ്ലോസ് അക്കോർഡിംഗ് ടു എ നാച്ചുറൽ ആൻഡ് മോറൽ ഓർഡർ. ഇതാണ് നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊന്നും യാന്ത്രികമായിട്ട് പോകുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം ഒരു ധർമ്മ ബേസ്ഡ്, ഒരു മോറൽ, ഒരു ഒരു പ്രിൻസിപ്പിൾ ബേസ്ഡ് ആയിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഈ സൃഷ്ടിയും സംഹാരവും ഇതെല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്, പിന്നെ എല്ലാത്തിനും ഒരു ധർമ്മമുണ്ട്. അപ്പൊ അതിനനുസരിച്ചാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രപഞ്ചം ഇന്ന് കാണുന്ന ഒരു ഭൂമി പെട്ടെന്ന് ഉരുണ്ട് താഴെ വീഴുന്നില്ല, നശിക്കുന്നില്ല. പിന്നെ അതുപോലെ എല്ലാത്തിനും ഒരു അതിൻ്റെതായ ഒരു ഡെഫിനിഷൻ ഉണ്ട്. എല്ലാത്തിനും ഒരു കണക്ക് പ്രകാരം ഒരു ധർമ്മ ബേസ്ഡ് ആണ് ഇതിന്റെ എല്ലാ ചലനങ്ങളെന്നാണ് പറയുന്നത്. പിന്നെ ചാന്തോക്യോപനിഷത്തിൽ എന്താ പറയുന്നത് പറഞ്ഞാല്, ഓൾ ദിസ് ഈസ് ഇൻഡീഡ് ബ്രഹ്മൻ. ഈ കാണുന്ന മുഴുവൻ ഒറ്റ ഒരു ബ്രഹ്മനാണ്. ദി ഇന്നർ സെൽഫ്, ആത്മൻ, ഈസ് നോട്ട് ഡിഫറെന്റ് ഫ്രം ദ യൂണിവേഴ്സൽ എസൻസ് ഓർ കോൺഷ്യസ്നസ് വിച്ച് ഈസ് ബ്രഹ്മൻ. അപ്പൊ നമ്മുടെ ജീവാത്മാവും പരമാത്മാവും ഒന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ സ്പേസിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ കോടി കണക്കിനുള്ള എത്രയോ സൃഷ്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹങ്ങളുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ ഗാലക്സീസ് ഉണ്ട്, പ്ലാനറ്റ്സ് ഉണ്ട്, ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി, ഇതൊക്കെ ഉണ്ട്. അതിലൊക്കെ കാണുന്ന ഫണ്ടമെന്റൽ ആയിട്ട് കാണുന്ന ഇതേപോലെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഒക്കെയാണ് നമ്മുടെ ഈ ഓരോ ശരീരത്തിലുള്ള അണുവിലുള്ളത്. അപ്പൊ ഇതെല്ലാം ഒന്നാണ്. ഇതൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അതുകൊണ്ട് ബ്രഹ്മനും ആ ജീവാത്മാവും ഒന്നാണ്. ഇതാണ് ഫിലോസഫി. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇത് നിർത്താൻ പോവാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് കൂടുതൽ ഇഷ്ടം പോലെ നിങ്ങളിപ്പോ ഇതില് നെറ്റിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയുള്ള നോളേജ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ചെടുക്കാനേ ഉള്ളൂ മെനക്കേട്. പിന്നെന്താ, ഒന്നിനൊന്നോട് ലിങ്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാനിത് കംപ്ലീറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി. എനിക്ക് ഈ സൗകര്യം തന്ന സമിതിക്ക് നന്ദി. ഇതിനെന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ചിട്ട് സുനയനാക്ക ഇത് ഭംഗിയായി ഇത് അവതരിപ്പിക്കാൻ എനിക്ക് സൗകര്യം ചെയ്തു തന്നു. നന്ദി. ഗോപണ്ണൻ, ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ഗോപണ്ണൻ, എന്ത് ഐഡിയ കൊണ്ടുവന്നു കഴിഞ്ഞാലും യെസ് പറയുന്ന ഗോപണ്ണനോട് ഇന്നും കടപ്പെട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം, ഹരിയോ. ഹരിയോമണ്ണ, വളരെ സയന്റിഫിക്കും വേദിക്കും ആയ ഒരു പ്രസന്റേഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു സയൻസ് നമ്മളെല്ലാവരും ഏകദേശം പഠിച്ചവരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണും. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. ഹരിയോമണ്ണ, നമ്മുടെ തത്വബോധ ശങ്കരാചാര്യർ എഴുതിയത് ആത്മബോധ, ഇതില് പഞ്ചീകരണം എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുന്ന മുൻപേ തന്മാത്രകൾ, നമ്മളിവിടെ ഗണപതി നമസ്കാരത്തില് 5 കാര്യങ്ങൾ പറയുന്നു. തന്മാത്ര, കേൾവി, ശക്തി, അത് സട്ടിൽ കഴിവുകൾ. അപ്പൊ ഈ തന്മാത്രകളായിരിക്കുമോ നമ്മുടെ ഡാർക്ക് മാറ്റർ? തന്മാത്ര എന്നുകൊണ്ട് നമ്മളിപ്പോഴും ഈ മോളിക്യൂളിനെ അല്ലാണ്, ഇംഗ്ലീഷിൽ മോളിക്യൂൾ എന്ന് പറയുന്നതിനാണ് തന്മാത്ര എന്ന് പറയുന്നതാണ് എൻ്റെ അറിവ്. അല്ല, അത് നമ്മുടെ ഇപ്പോഴത്തെ മോളിക്യൂൾ എന്ന് പറയുന്നു മലയാളത്തില്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ തന്മാത്രകളാണ് ചേർന്ന് ഈ പഞ്ചഭൂതം ഉണ്ടാകുന്നെന്ന് പഞ്ചീകരണം എന്നുള്ള ഒരു പ്രോസസ്സിൽ പറയുന്നുണ്ട്. അവിടെ തന്മാത്ര എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ അല്ല. ഓക്കെ, ഏതായാലും ഇങ്ങനെ ഇപ്പൊ അണ്ണം പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി. ഡാർക്ക് മാറ്ററിനെ പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റിയിട്ടില്ല, അതാണ് കാര്യം. അതുകൊണ്ടാണ് അവർ ഡാർക്ക് എന്ന് ഉപയോഗിക്കുന്നത്. ആയിക്കൂടായില്ല, അണ്ണം പറഞ്ഞത് ശരിയായിരിക്കും, ആയിക്കൂടായികയില്ല. കാരണം ഈ വേദത്തിലുള്ള പല കാര്യങ്ങളും പറയുമ്പോഴും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. അവർക്ക് എങ്ങനെ പിന്നെ ഒരു ഐഡിയ വന്നു എന്നുള്ള ഒരു ഭാവനയിൽ തന്നെ കൊണ്ടുവരാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ പ്രപഞ്ചം പുറകിലോട്ട് അങ്ങനെ ചലിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതിപ്പോഴും പിന്നെ സയൻസ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഔട്ട്സൈഡിലുള്ള എല്ലാ പ്ലാനറ്റ്സും ഗാലക്സീസ് ഒക്കെ അങ്ങനെ പുറത്തോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ വേദത്തിൽ അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഒരു സൂചന വരെ തന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതിനെ പറ്റി നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഡാർക്ക് മാറ്ററിനെ പറ്റി നമുക്ക് അങ്ങനെ തെറ്റെന്ന് പറയാൻ പറ്റില്ല. അണ്ണാ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്.
ഈ ആ തന്മാത്ര എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പഞ്ചഭൂതങ്ങൾ ഉണ്ടായി, ആകാശം, അതിൽ നിന്നും ആകാശത്തിൽ നിന്നും ശബ്ദമുണ്ടായി, ശബ്ദ സ്പർശ രൂപ രസം. അപ്പൊ ആ ഓരോ പഞ്ചഭൂതങ്ങളിൽ നിന്നും ഉണ്ടായ ഒരു അതാണ് ആകാശത്തിൽ നിന്നും ശബ്ദം ഉണ്ടായി. പിന്നെ അങ്ങനെയാണ്, അതാണ് പഞ്ച തന്മാത്രകൾ എന്ന് പറയുന്നത്. ശബ്ദ സ്പർശ രൂപ രസം, അതിനെയാണ് നമ്മൾ പഞ്ചതന്മാത്രകൾ എന്ന് പറയുന്നത്. ഗന്ധം കൂടെ ഉണ്ട് അക്ക അതിന്റെ അതെ, കൂടെ. ഗന്ധവും ഉണ്ട്. അതെ, 5 അതെ. അത് പഞ്ചഭൂതങ്ങളിൽ നിന്നും ഓരോന്ന് രൂപപ്പെട്ടതാണ്. ഹരി ഓം. ഹരി ഓം. അതേപോലെ എനിക്ക് തോന്നുന്നു ഈ ഡാർക്ക് എനർജി, പ്രാണൻ എന്ന് പറയുന്നത് ഇപ്പൊ ഈ നമ്മൾ പറയുന്ന കാര്യങ്ങള് ഈ അബ്സ്ട്രാക്റ്റ് ആണല്ലോ. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ബുദ്ധിപരമായിട്ട് ഏറ്റവും കഷ്ടമായിട്ടുള്ളത്. എന്ന് വെച്ചാൽ എല്ലാത്തിനെയും ഒരു ജനറലൈസ് ചെയ്യുക. അപ്പൊ ഈ പ്രാണൻ എന്ന് പറഞ്ഞ ഒരു അബ്സ്ട്രാക്ട് എല്ലാ ഊർജത്തെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പല എനർജി പ്രാണന്, അതേപോലെ ലോകത്തിലുള്ള എല്ലാ എനർജിയെയും കൊണ്ടുവരുന്ന ഒരു സങ്കല്പമാണ് പ്രാണൻ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ ഡാർക്ക് എനർജി അതിൽ ഉൾപ്പെടുത്താം എന്ന് തോന്നുന്നു. അതേപോലെ ഇപ്പൊ രാജമാക്ക പറഞ്ഞതിൽ കുറച്ച് ഞാൻ മനസ്സിലാക്കിയ ചെറിയത് വ്യത്യാസമാണ്. എന്താ വെച്ചാല് ഞാനിത് നമ്മുടെ സ്വാമി ചിദാനന്ദപുരി സ്വാമിയോടും ചോദിച്ചാണ്. തന്മാത്ര എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് വെച്ചാൽ അതാണ് ആദ്യം ഉണ്ടായത്. അതിൽ നിന്ന് പഞ്ചീകരണം ചെയ്താണ് കുറെ ഭാഗങ്ങൾ എടുത്തെടുത്ത് നമുക്ക് പഞ്ചഭൂതം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് സങ്കല്പിക്കാം എന്ന് ചോദിച്ചപ്പോൾ സ്വാമി ചിദാനന്ദപുരിയും പറഞ്ഞു അത് സങ്കല്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡാർക്ക് മാറ്റർ തന്മാത്ര എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഇത് പ്രാണൻ എന്ന് പറയുന്നത് ഡാർക്ക് എനർജി എന്നും സങ്കല്പിക്കാമെന്ന് തോന്നുന്നു. ഏതായാലും വളരെ അണ്ണൻ എത്ര സമയം എടുത്തു ഇതൊക്കെ മനസ്സിലാക്കാനും? കുറച്ച് 1-2 ദിവസം വായിച്ചോണ്ട. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് തോന്നുന്നു. ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് 0 വോളിയം ഇൻഫിനിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. പറ്റില്ല. കാരണം 0 വോളിയം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇൻഫിനിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഡെൻസിറ്റിയുടെ മാക്സിമത്തിൽ പോകുമ്പോഴാണ് ഇൻഫിനിറ്റി ഡെൻസിറ്റി വരുന്നത്. അതെ അതെ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മുഴുവൻ ലോകം മുഴുവൻ ചുരുങ്ങിയിട്ട് വളരെ ഗ്രാവിറ്റിയുടെ ഫോഴ്സ് കൊണ്ട് ചുരുണ്ടു കൂടിയിട്ട് അത് മൊത്തം ഡാർക്കായി മാറി, ഒന്നും പുറത്ത് വരുന്നില്ല. അതെ അതെ. അപ്പൊ പിന്നെ നമുക്ക് അതിനെ പറ്റി പഠിക്കാനും പറ്റില്ല. കാരണം നമ്മൾ പഠിക്കുന്ന മുഴുവൻ റേഡിയോ മാഗ്നറ്റിക് വേവ്സ് വെച്ചിട്ടല്ലേ പഠിക്കുന്നത്. വേവ്സ് പോയില്ലെങ്കിൽ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും? അപ്പൊ ഇതൊക്കെ ഒരു കോൺസെപ്റ്റ്സ് ആണ്, അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് ആണ്. ഇതൊന്നും കൃത്യമായിട്ട് ഇനിയിപ്പോ കുറെ കാലം കഴിയും ഇതൊക്കെ. അതുപോലെയാണ് ഈ ഡാർക്ക് എനർജി എന്ന് പറയുന്നത്, അത് ഗ്രാവിറ്റേഷന് എതിരാണെന്നാണ് പറയുന്നത്. ബാക്കി ഗ്രാവിറ്റേഷൻ ബാക്കി എല്ലാ സാറ്റലൈറ്റ്സിനൊക്കെ അകത്തോട്ട് വലിക്കുമ്പോൾ ഈ ഡാർക്ക് എനർജി കൊണ്ട് ഇത് പുറത്തേക്ക് പോവുകയാണ്. ഈ പിന്നെ ഇതുണ്ടല്ലോ, പ്രപഞ്ചം വികസിക്കുന്നത് ഈ ഡാർക്ക് എനർജി കൊണ്ടെന്നാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ഹരിയോം അണ്ണ. വളരെ ഭംഗിയായിട്ട് അണ്ണന് ആ ഒരു ഫിസിക്സ് ക്ലാസ്സിൽ ഇരിക്കുന്ന അനുഭവം ഉണ്ടായി. എന്നാൽ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന അനുഭവം അണ്ണന്റെ ക്ലാസ് കേട്ടപ്പോൾ തോന്നി. വളരെ നന്നായിട്ട് പറഞ്ഞു. ഈ ഡാർക്ക് ഹോൾ അല്ലെങ്കിൽ ആ ഒരു ഭഗവാൻ കൃഷ്ണന്റെ ആ ഒരു കറുത്ത നിറം അല്ലെ കാളി രൂപം ഒക്കെ ഇതിൽ നിന്നല്ലേ ഋഷീശ്വരന്മാർ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ് എന്റെ ഒരു സംശയം. അണ്ണൻ അതിനെക്കുറിച്ച് അന്ന് പറഞ്ഞുതരാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു. എല്ലാം തന്നിലേക്ക് ആകർഷിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ എല്ലാം അതിലേക്ക് ലയിക്കുകയാണല്ലോ. അപ്പൊ ഭഗവാൻ കൃഷ്ണന്റെ ആ ഒരു കളറും അതിനെ ഇതാക്കിയിട്ടല്ലേ എടുത്തത്. അതില് അണ്ണൻ അന്ന് പറഞ്ഞാൽ നന്നായിരുന്നു അതിനെ കുറിച്ച്. ഭഗവാൻ കൃഷ്ണന്റെ നിറം അനന്തതയെ സൂചിപ്പിക്കുന്ന നിറമാണ്, ഇൻഫിനിറ്റ്, അപ്പൊ നമ്മളൊരു കടലിൽ ചെന്നിട്ട് ഒരു കൈ വെള്ളം എടുത്താൽ ആ വെള്ളത്തിന് നിറമില്ല. പക്ഷെ ആസ് എ ഹോൾ നമ്മൾ ആ കടലിൽ കാണുമ്പോൾ നീല നിറം കാണുന്നു എന്ന് പറഞ്ഞ പോലെ ഭഗവാന്റെ ആ നിറം, ഭഗവാൻ എന്ന് പറഞ്ഞ ഇൻഫിനിറ്റ് ആണ്, എല്ലായിടവും നിറഞ്ഞിരിക്കുന്നതാണ്. അതിനെ സൂചിപ്പിക്കുന്നതാണ് ഭഗവാന്റെ ആ നിറം എന്നാണ് നമ്മുടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്റെ സ്വന്തമല്ല, നമ്മുടെ ഇതിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. ഹരിയോ അക്ക. സാധാരണ എല്ലാത്തിനും ഇതിന്റെ പോലെ ഒരു കഥ ഉണ്ടാകാറുണ്ട്. നമ്മളെ ഇപ്പൊ സാധാരണ ഇപ്പൊ പുരാണത്തിൽ വായിച്ചു കഴിഞ്ഞാലും
ഇപ്പൊ ഉദാഹരണത്തിന് നീലകണ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നീലകണ്ഠൻ എങ്ങനെ നീലകണ്ഠൻ ആയി എന്നുള്ളതിനൊരു കഥയുണ്ട്. അതുപോലെ കൃഷ്ണനും എന്തെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് ഒരു കഥയുണ്ടോ എന്ന് എനിക്കറിയില്ല. എവിടെയെങ്കിലും കണ്ടു കിട്ടുകയാണെങ്കിൽ ഞാൻ വായിച്ചിട്ട് പറയാക്കാം. അറിയോ? ഹരിയും ഏകദേശം ഹരിയും അണ്ണ. ഹരിയും ലാലിയൊക്കെ പറഞ്ഞോളൂ. അണ്ണൻ നല്ല ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോക്ക് ആയിരുന്നു. അണ്ണന്റെ പുറകിൽ വെച്ചിരിക്കുന്നതിനോ ഇതുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? പുറകിൽ ഒരു പെയിന്റിംഗ് ഉണ്ട്. അത് ഒരു ട്രൈബൽ പെയിന്റിംഗ് ആണ്. ചാർക്കോളിലെ ആ ടെക്നിക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വരച്ചാണ്. അത് പണ്ട് പണ്ടേ അയ്യോ, എന്തെങ്കിലും കോയിൻസിഡൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇത്രയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ. അക്ക എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിന്നൊക്കെ സംസാരിക്കാൻ പേടിയാണ്. കാരണം എന്റെ ഫീൽഡല്ല ഇത്. അക്കയൊക്കെ അവിടെ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് എടുത്ത അക്കയുടെ മുമ്പിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ വിളിച്ചു പറയുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഞങ്ങൾക്കാണെങ്കിൽ അണ്ണന്റെ മുമ്പിൽ സംസാരിക്കാനാ എനിക്ക് പേടി ഭയങ്കര. മീൻസ് അത്രയ്ക്ക് നോളജാണ്. അയ്യോ, ഞാൻ എന്നിട്ടാണ് അക്കയോടല്ലേ ഞാൻ ഇന്നലെ സംശയം ചോദിച്ചത്. അത് വൺ സൈഡ്. ഹരിയോ, നല്ലൊരു കൂട്ടായ്മയാണ് നമ്മുടെ. സയൻസിലും ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. അപ്പൊ ഇതേപോലത്തെ പ്രസന്റേഷൻ തെറ്റോ ശരിയോ വലിയ കാര്യമല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ അനുഭവം, നമ്മുടെ അറിവ് ബേസ്ഡ് ആയിട്ട് ചോദ്യങ്ങൾ, ഇപ്പൊ തന്നെ അണ്ണന് രണ്ടാമത്തെ സ്ലൈഡിൽ എങ്ങാണ്ടാന്ന് തോന്നുന്നു, ഒരുപാട് ചോദ്യങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള ആൻസർ കിട്ടാത്ത പല ചോദ്യങ്ങളും ഇപ്പോഴും ഉണ്ട്. അത് അപ്പൊ അതേപോലത്തെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള അങ്ങനത്തെ ചോദ്യങ്ങളും സംശയങ്ങളും പ്രസന്റ് ചെയ്യാം. എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ, ഇതില്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു നല്ലൊരു 2-3 മണിക്കൂർ ഇരുന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു കാര്യങ്ങളാണ് ഇ വി നാരായണൻ നമുക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. യോഗയും വളരെ സയന്റിഫിക് ആണ്. അല്ലെങ്കിൽ സൂപ്രാ സയൻസ് ആണെന്ന് പറയാം. ഇപ്പൊ തന്നെ അണ്ണൻ പറഞ്ഞ പോലെ പല കാര്യങ്ങളും സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതേപോലെ നമ്മുടെ ഈ പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലതും സയൻസ് തെറ്റാന്ന് ഇതേവരെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രാണന്റെ കോൺസെപ്റ്റും ഈ ഇപ്പൊ തന്നെ മുദ്രയും ഈ പ്രാണായാമവും ഇതെല്ലാത്തിന്റെ എഫക്റ്റും ഒക്കെ സയൻസ് ഇനിയും കണ്ടുപിടിക്കുന്നേ ഉള്ളൂ എന്ന് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാം. ഏതായാലും ഇത്രയും നേരം നല്ല ഭംഗിയായിട്ട് സയൻസും വേദം ഇത് രണ്ടും മിക്സ് ചെയ്ത ഒരു നല്ലൊരു പ്രസന്റേഷൻ ചെയ്ത ഇ വി നാരായണന് എല്ലാവരുടെ പേരിലും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഹരിയും. അതേപോലെ ഇവിടെ എല്ലാവരും ക്ഷമയോടെ ഇരുന്ന് കേട്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണോ ഇമ്പോർട്ടൻ്റ് അതോ ഭൗതിക് ആണോ ഇമ്പോർട്ടൻ്റ്, ഏതായാലും ഭൗതിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത്രയും നേരം എല്ലാം കേട്ട എല്ലാവർക്കും നന്ദി. ഇതിന് ഇവിടെ ഉള്ളവർ ഓരോരുത്തരാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഞാൻ പ്രീജിതയൊക്കെ നന്ദി പറയാൻ മറന്നുപോയാ. അറിയോ, എപ്പോ വേണമെങ്കിലും വിളിച്ചിട്ട് എന്താ ഞാൻ പറയട്ടോ എന്ന് പറയുമ്പോഴേ എനിക്ക് എപ്പോഴും ഗ്രീൻ സിഗ്നൽ ആയിരുന്ന ഒക്കെയാണ്. അറിയോ, ഹരിയോം അണ്ണ. അത് ഒരു 2 ആഴ്ച മുമ്പാണ് എന്നോട് പറഞ്ഞത് ഈ കാര്യം. അത് ഒഴിവുണ്ടോ ബൗദ്ധിക്കല് അങ്ങനെ ചോദിച്ചപ്പോൾ 3ഉം 10ഉം കൊടുത്തിരുന്നത്. പണ്ടും പറഞ്ഞു 3-ാം തീയതി ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും 2-3 ദിവസം മുമ്പ് ഓർമ്മിപ്പിച്ചു ഞാൻ ഒന്നും കൂടി. വിട്ടുപോയിട്ടുണ്ടോ തിരക്കിലെന്ന് അറിയാൻ വേണ്ടി. അപ്പോഴാണൊക്കെ ഞാൻ തുടങ്ങിയത് വായിക്കാൻ. നേരത്തെ രാമായണത്തിലായിരുന്നു. ശരി, ഓക്കെ. ഹരിയമ്മണ്ണ. എല്ലാവർക്കും നന്ദി. അപ്പൊ ചോദ്യങ്ങൾ ചോദിച്ചവരും അതിലെ ഉത്തരം പറഞ്ഞവരും, രാജമ്മാക്ക, അങ്ങനെ പലവരും ഇവിടെ, ഡാലിയക്ക, ഗീതാക്ക, പലരും ചോദ്യങ്ങൾ ചോദിച്ചു. ഇതേപോലെ ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കണം. അപ്പോഴാണ് ഈ പ്രസന്റേഷൻ ചെയ്യുന്നവർക്കും ഒരു സന്തോഷം. അത് ഉത്തരം അറിയുന്ന ചോദ്യങ്ങളാണെങ്കിലും അല്ലെങ്കിലും ഈ പ്രസന്റേഷൻ ചെയ്യുന്നവർക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. എല്ലാവർക്കും നന്ദി. അടുത്ത ഭൗതിക് അടുത്ത സൺഡേയിൽ കാണാം. ഹരിയും.